गुरवे सर्वलोकानां विषये भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। श्रीगुरुचरणारविन्दाभ्यां नमः। सिन्दूरारुणविग्रहां त्रिनयनां माणिक्यमौलिस्फुरते तारानायकशेखरां स्मितमुखीं आवीनवक्त्रोरुहां पाणिभ्यामणिपूर्णरत्नचषकं रक्तोत्पलं बिभ्रति सौम्यां रत्नकटस्थरक्तचरणां ध्यायेत् परामम्बिकां। ध्यायेत् पद्मासनस्थां विकसितवदनां पद्मपत्रायताक्षीं हेमाभां पीतवस्त्रां करगलितलसद्धेमपद्मां पराङ्गीं सर्वालङ्कारयुक्तां सततमभयदां वर्तनं प्रां भवानी श्रीविद्यां शान्तमूर्तिं सकलसुरनुदां सर्वसम्पत्प्रदात्री। ओम श्री महादेव्यै नमः। ശ്രീകണ്ഠേശ്വരം ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനത്തിയ ഭക്തജനങ്ങൾക്കും പരിസരവാസികൾക്കും ദുർഗാ പരമേശ്വര സംഘത്തിന്റെ പ്രണാമം. ലളിതാ സഹസ്രനാമം നവാഹയജ്ഞത്തിന്റെ 5-ാം ദിവസമായെന്ന് ലളിതാ സഹസ്രനാമത്തിന്റെ പദം നോക്കി വരുന്നതിൽ 474 പദം വരെ ഇന്നലെ നോക്കി. യശസ്വിന്യേ നമഃ, വിശുദ്ധി ചക്ര നിലയായേ നമഃ. ഈ 475 മുതൽ 534 വരെ ഉള്ള പദങ്ങൾ 7 ആധാരങ്ങളെയും ഓരോ ആധാരത്തിലും ആ ദേവിയുടെ സ്വരൂപം, എത്ര മുഖം, എന്ത് നിറം, എന്തെല്ലാമാണ് കയ്യിലുള്ള ആയുധം എന്നൊക്കെയാണ് വർണ്ണിക്കുന്നത്. എന്തിനാണ് അത് എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ശ്ലോകം ഉച്ചരിക്കുമ്പോൾ ആ പദം അതേപോലെ ഉച്ചരിച്ചാലേ ആ നിറം ഉള്ളതായിട്ട് അതിൻ്റെ അർത്ഥം വരികയുള്ളൂ. ആദ്യത്തെ തന്നെ വിശുദ്ധി ചക്ര നിലയാ രക്തവർണ്ണ, വിശുദ്ധി ചക്ര നിലയാ രക്തവർണ്ണ. രക്തവർണ്ണം എന്ന് പറഞ്ഞാൽ ചുവപ്പ്, ആരക്തവർണ്ണം എന്ന് പറഞ്ഞാൽ ഇളം ചുവപ്പ്. ഇതാണ് വ്യത്യാസം. അപ്പൊ വിശുദ്ധി ചക്ര നിലയ, വിശുദ്ധി ചക്രം എവിടെയാ വരുന്നത്? ഖണ്ഡത്തിലാണ് വരുന്നത്. മൂലം സ്വാധിഷ്ഠാനം മണിപൂരം അനാഗതം വിശുദ്ധി ഖണ്ഡം ആജ്ഞാ ധ്രുവമധ്യ സഹസ്രാരം. അപ്പൊ വിശുദ്ധി ചക്ര നിലയായേ നമഃ. വിശുദ്ധി ചക്രത്തിൽ വസിക്കുന്ന ദേവിക്ക് നമസ്കാരം. മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ഓരോ ആധാരത്തിനുമുള്ള ദേവിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതിൽ വിശുദ്ധി ആദ്യം എടുത്ത് വർണ്ണിക്കുന്നത്. വിശുദ്ധി ചക്രത്തിലുള്ള ദേവി എങ്ങനെയാണ്? 16 ഇതളുള്ള താമരയിലാണ് വസിക്കുന്നത്. 16 ഇതൾ. ഞാൻ പറഞ്ഞ ചെങ്കൽ ക്ഷേത്രത്തിൽ പോയാൽ ഇതെല്ലാം നിങ്ങൾക്ക് വിഷ്വലായിട്ട് കാണാൻ സാധിക്കും. ഈ 16 ഇതളുള്ള ഈ ചക്രത്തിൽ ആ മുതൽ അഹാ വരെയുള്ള സ്വരാക്ഷരങ്ങളാണ് ഉള്ളത്. അതാണ് 16 സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. 16 താമ്പീട്, ഒവ്വൊരു ഇതളിലും ഒവ്വൊരു അക്ഷരം. അതിന്റെ നടുവിലാണ് ഡാഗിനി എന്ന സ്വരൂപത്തിൽ ദേവി ഇരിക്കുന്നത്. വിശുദ്ധി ചക്രത്തിലുള്ള ദേവിയുടെ പേര് ഡാഗിനി. ആരക്തവർണ്ണ, വിശുദ്ധി ചക്ര നിലയാ രക്തവർണ്ണ. കുറച്ച് വിശുദ്ധി ചക്ര നിലയാ രക്തവർണ്ണ എന്ന് പറയുന്നത്. വിശുദ്ധി ചക്ര നിലയാ രക്തവർണ്ണ. ആരക്തവർണ്ണയാണ് ദേവി. ആരക്തവർണ്ണ എന്ന് പറഞ്ഞാൽ ഇളം ചുവപ്പ് നിറം. ആ വിശുദ്ധി ചക്രത്തിൽ ആരക്തവർണ്ണയായിരിക്കുന്നു, ഇളം ചുവപ്പ് നിറം. ആ ദേവിക്ക് ത്രിലോചനായേ നമഃ. 3 കണ്ണുകളാണ് ദേവിക്കുള്ളത്. ഒരു കൺ സൂര്യൻ, ഒരു കൺ ചന്ദ്രൻ, ഒരു കൺ അഗ്നി നൃത്തം. കഡ്വാങ്കാദി പ്രഹരണായേ നമഃ. കഡ്വാങ്കം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ചപ്പെടുത്തി. അപ്പം 16 ഇതളുള്ള താമര, അതിന് ഓരോന്നിനും ഓരോ അക്ഷരം, ഇളം ചുവപ്പ് നിറം, 4 ആയുധങ്ങൾ. എന്തെല്ലാം? കഡ്വാങ്കം, കത്തി, ശൂലം, മഹാചർമ്മം. ഈ 4 കൈകൾ വെച്ചിരിക്കുന്നതാണ് ആ ദേവദാസുകൾ. വദനേക സമന്വിതായ നമഃ. ആ വിശുദ്ധ ചക്രത്തിലുള്ള ദേവിക്ക് ഒരേ ഒരു മുഖം, ഒറ്റ മുഖമുള്ള ദേവി എന്ന് പറഞ്ഞാൽ പല ചക്രങ്ങളിലും 2, 3, 4 വരും. അതുകൊണ്ടാണ് എടുത്തു പറയാൻ കാരണം ഒരു മുഖമുള്ള ദേവി. പായസാന്ന പ്രിയായ നമഃ. ആ ദേവിക്ക് പായസം, പായസം എന്ന് പറഞ്ഞാൽ പാൽപായസം, പാൽപായസമാണ് നിവേദ്യം. അപ്പോൾ ഈ കുണ്ടലിനി ശക്തിയുടെ പ്രയോഗം ചെയ്ത് ഓരോ ആധാരത്തിലും വരുമ്പോൾ ഇതേപോലുള്ള രൂപത്തിൽ ആ ദേവി ദർശനം ആ സാധകന് ലഭിക്കും. ലഭിക്കുമ്പോൾ അതിനെ ആരാധിക്കാൻ അയാൾ കൊടുക്കുന്ന നൈവേദ്യമാണ് ഉദ്ദേശിക്കുന്നത്.
പാൽപായസ നിവേദ്യം. ഈ ദേവി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ തൊലിയിൽ, ത്വക്സ്ഥായി നമ, തൊലിയിലാണ് ഈ അംശം സ്ഥിതി ചെയ്യുന്നത്. പശുലോക ഭയങ്കരീ നമ, മൃഗതുല്യരായ അജ്ഞാനികൾക്ക് ഭയമുണ്ടാക്കുന്നവൾ ദേവി. ഭേദബുദ്ധിയുള്ളവരെയാണ് പശുക്കൾ എന്ന് പറയുന്നത്. ഞാൻ വേറെ, ഈശ്വരൻ വേറെ എന്നുള്ള ചിന്ത, എൻ്റെ ആള് മറ്റേത് വേറെ ആള് എന്നുള്ള ചിന്ത, അങ്ങനെ ഒന്നുമില്ല. എല്ലാവരുടെയും മനസ്സിൽ, ജീവനിലും ശരീരത്തിലുമുള്ള ജീവനിൽ ഇരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വര സർവഭൂതാന ഹൃദയ അർജുന സൃഷ്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഭേദം വരേണ്ട ആവശ്യമില്ല, ഒന്നല്ലേ ഉള്ളൂ. പല രൂപത്തിൽ വിവിധാകാരായ നമഃ എന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെ പല രൂപത്തിൽ ഇരിക്കുന്നാലും ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭേദബുദ്ധി വേണ്ടെന്നർത്ഥം. അങ്ങനെ ഭേദബുദ്ധി ഉള്ളവർക്ക് ഭയങ്കരിയായിട്ട് തോന്നുന്നത് ഈശ്വര സ്വരൂപം. പശുലോക ഭയങ്കരീ നമഃ, അമൃതാദി മഹാശക്തി സമ്പ്രദായ നമഃ, അമൃത മുതലായ ശക്തി മഹാശക്തികളാൽ ചുറ്റപ്പെട്ടവൾ ദേവി. ഈ ശക്തികളുടെ പേരെ കൊണ്ട് ഓർമ്മിക്കാൻ വളരെ പ്രയാസമാണ്, എങ്കിലും ഒന്ന് കേട്ടെങ്കിലും ഇരിക്കാം. അമൃത, ആകർഷണി, ഇന്ദ്രാണി, ഈശാനി, ഉമ, ഊർധകേശി, ഋത്തിക, ഋകാര, ലകാര, അകാര, ഏകപദം, ഐശ്വര്യാത്മിക, ഓങ്കാരം, ഔഷധി, അംബിക, അക്ഷര. ഇങ്ങനെ പദം. അമൃത മുതലുള്ള മഹാശക്തികൾ. ഡാകിനീശ്വരി, ആ ദേവിക്ക് ഡാകിനി എന്ന് പേര്. ഇതാണ് വിശുദ്ധി ചക്രത്തിൽ ആ സാധകൻ കിട്ടുന്ന ദർശനം. അനാഹതാബ്ദനിലയായി അനാഹതം, അനാഹതം എന്ന് പറഞ്ഞ ഹൃദയം. ഹൃദയം ഇവിടെ വസിക്കുന്ന ദേവിക്ക് ഹൃദയത്തിലുള്ള പത്മത്തിന് 12 ഇതളുകളുണ്ട്. 496 പദങ്ങൾ അതിനാണ് ഉദ്ദേശിക്കുന്നത്. 12 ഇതളുള്ള ദേവി രാഗിണി എന്നാണ് അവിടുത്തെ ദേവതാ സ്വരൂപത്തിന്റെ പേര്. ശ്യാമാഭായി നമ, കറുത്ത നിറമുള്ള ദേവി. ദേവിയുടെ നിറം നേരത്തെ ഇളം ചുവപ്പ് പറഞ്ഞു, ഇവിടെ കറുത്ത നിറം. വദനദ്വയായി നമ, 2 മുഖമുള്ളവൾ ദേവി. ദംഷ്ട്രോജ്വലായ നമ, ദംഷ്ട്രകളാൽ ശോഭിക്കുന്നവൾ. അക്ഷമാലാദിതരായ നമ, ജപമാല മുതലായവ ധരിച്ചവൾ. എന്തെല്ലാമാണ്? അക്ഷം, ശൂലം, കപാലം, ഡമരു എന്നിവയാണ് 4 കൈകൾ ധരിച്ചിരിക്കുന്ന ആയുധം. അക്ഷമാല എന്നതിന് ചക്രമെന്നും അർത്ഥമുണ്ട്. രുതിര സംസ്ഥിതായ നമഃ, മനുഷ്യ ശരീരത്തിൽ രക്തത്തിൽ വസിക്കുന്നതാണ് ഈശ്വര സ്വരൂപം. നോക്ക്, നമ്മുടെ തൊലി, ത്വക്ക്, മധ്യ, മാംസം, രക്തം എല്ലാത്തിലും ഓരോ ധാതുക്കളിലും ഈശ്വര സ്വരൂപം ഉണ്ടെന്നാണ് താത്പര്യം. കാളരാത്രി ശക്തിയപ്രദായ നമഃ, കാളരാത്രി മുതലായ ശക്തി സമൂഹത്താൽ ചുറ്റപ്പെട്ടവൾ. അതും ഇതുപോലെ തന്നെ ഒരുപാട് ദേവന്മാർ 12 പേരുണ്ട്. കാളരാത്രി, ഖണ്ഡിത, ഗായത്രി, ഖണ്ഡാകർ, ഷിനി, നാർണ, ചണ്ഡ, ഛായ, ജയ, ജഖാരിണി, ജ്ഞാനരൂപ, ഡംഗഹസ്ത, ഡംഗാരിണി. എന്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഓർമ്മിക്കാൻ സാധിക്കില്ല? അത് അനുസന്ധാനം ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന അനുഭവമാണത്. സ്നിഗ്ധോദനപ്രിയായ നമഃ, ഈ ദേവിക്ക് നെയ്ച്ചോറ് ചേർത്ത നിവേദ്യമാണ് പ്രിയം. മഹാവീരേന്ദ്രവദനായ നമഃ, മഹാവീരന്മാർക്ക് വരം നൽകുന്നവൾ ദേവി. പരമജ്ഞാനികളെയാണ് മഹാവീരന്മാർ എന്ന് പറയാൻ കാര്യം. ജാഗ്രത, സ്വപ്ന, സുഷുപ്താവസ്ഥകളിലും തുര്യാവസ്ഥയിലും അനുഭവിക്കുന്നവരെയും വീരേന്ദ്രന്മാർ എന്ന് പറയും. അവരാൽ ആരാധിക്കപ്പെട്ടവൾ. ആ ദേവിക്ക് രാഗിണി എന്ന് പേര്. അപ്പൊ വിശുദ്ധി, അനാഹതം കണ്ടു. അടുത്ത മണിപൂരം. മണിപൂര ചക്രത്തിൽ വസിക്കുന്നവൾ ദേവി. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നാഭിയുടെ അവിടെയാണ് മണിപൂര ചക്രം വരുന്നത്. ഈ നാഭിയിൽ 10 ദളമാണ് അതിനുള്ളത്. ഇവിടെ രാഗിനി എന്ന പേരിലാണ് ദേവി അറിയപ്പെടുന്നത്. വദനത്രയ സംയുതായ നമഃ, ആ ദേവിക്ക് 3 മുഖമാണ് ഉള്ളത്. വജ്രാധിക യുധോപേതായ, വജ്രം മുതലായ ആയുധങ്ങളോട് കൂടിയവൾ. ഒരു കയ്യിൽ വജ്രം, ഒരു കയ്യിൽ ശക്തി, ഒരു കയ്യിൽ ദണ്ഡം, ഒരു കയ്യിൽ അഭയമുദ്ര. ഈ 4 രൂപത്തിലാണ് ദേവി അവിടെ സങ്കല്പിക്കുന്നത്. ഡാമരിയാദി വിരാവൃതായ, ഡാമരി മുതലായ ശക്തികളാൽ ചുറ്റപ്പെട്ടവൾ. അതും ഇതുപോലെ ഡാമരി, ഡങ്കാരിണി, നാർണ, താമസി, സ്ഥാണ്വി, ദാക്ഷായിണി, ധാത്രി, നാരി, പാർവതി, ഹട്കാരിണി എന്നെല്ലാം. രക്തവർണ്ണായ നമഃ, ആ ദേവിയുടെ നിറം ചുവപ്പ് നിറം. അതാണ് യഥാർത്ഥം അല്ലേ? അപ്പോ മറ്റേത് ആരക്തവർണ്ണം, ഇളം ചുവപ്പ്. ഇത് രക്തവർണ്ണം. അപ്പൊ നമ്മുടെ വിശുദ്ധി ചക്ര നിലയ രക്തവർണ്ണ എന്ന് പറഞ്ഞാൽ ആ ദേവിയെ രക്തവർണ്ണത്തിൽ നമ്മൾ സംസാരിക്കുന്ന പോലെ ആവും. അവിടെ അതല്ലല്ലോ. അനുസന്ധാനം ചെയ്ത് നമുക്ക് ഋഷികൾ പറഞ്ഞു തന്നിരിക്കുകയാണ് ആ രക്തവർണ്ണയാണ് ദേവി. അപ്പൊ
അപ്പൊ വിശുദ്ധി ചക്ര നിലയാ രക്തവർണ്ണ ഒരു മാത്രം വിശുദ്ധി ചക്ര നിലയാ രക്തവർണ്ണ. രക്തവർണ്ണായ നമഃ. മാംസനിഷ്ഠായ നമഃ. മാംസം, ഫ്ലഷ്, ആ ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവർ. ഉടാന്ന പ്രീത മാനസായ നമഃ. ശർക്കരപ്രായസ്ഥൻ പ്രിയമുള്ളവൾ. സമസ്ത ഭക്ത സുഖദായ നമഃ. ഭക്തജനങ്ങൾക്കെല്ലാം സുഖം നൽകുന്ന ദേവി സ്വരൂപമാണ് രാഗിണി. ലാഗിന്യംബ സ്വരൂപിണ്യേ നമഃ. അടുത്തത് സ്വാധിഷ്ഠാന ചക്രം, അതായത് മൂലം സ്വാധിഷ്ഠാനം, നാഭിക്കും മുഖ്യഭാഗത്തിനും നടുവിലുള്ള ഭാഗം. ഈ സ്വാധിഷ്ഠാന ചക്രത്തിലോ 6 ഇതഴിലുള്ള പത്മം. ആ ദേവിക്ക് കായിനി എന്ന് പേര്. ചതുർവക്ത്ര മനോഹരായ നമഃ. 4 മുഖമാണ് ആ ദേവിക്ക് ഉള്ളത്. ശൂലാദ്യാദിത സമ്പന്നായ നമഃ. ശൂലം തുടങ്ങിയ ആയുധം ധരിച്ചവൾ. ശൂലം, പാശം, കപാലം, അങ്കുശം, ഈ 4ആണ്. ഓരോ ദേവതാ സ്വരൂപം എല്ലാത്തിനും 4 കൈകളേ ഉള്ളൂ. മുഖങ്ങളാണ് വ്യത്യാസം, കൈകൾക്ക് വ്യത്യാസമില്ല. കാരണം നമ്മൾ പറഞ്ഞു ഉദ്യാത്മാന സഹസ്രാവ ചതുർഭാഗ സമന്വിത. ദേവതാ സ്വരൂപം അങ്ങനെയാണ്. വിശേഷമായ രൂപങ്ങളാണ് 16 കൈ 18 കൈ എന്നൊക്കെ വരുന്നത്. അതുകൊണ്ട് 4 കൈകളിൽ 4 വിധമായ ആയുധങ്ങൾ. ആധാരം മാറും തോറും ആയുധത്തിന്റെ രൂപവും മാറും, ദേവിയുടെ നർമ്മം മാറും, ആരാധനാക്രമവും മാറുന്നു. പീതവർണ്ണായ നമഃ. ആ സ്വാധിഷ്ഠാന ചക്രത്തിലുള്ള ദേവിക്ക് മഞ്ഞ നിറത്തിലുള്ള. അതിഗർഭിതായ നമഃ. ഗർഭം എന്ന് പറഞ്ഞാൽ അത് ശരിയായൊരു പദമല്ലല്ലോ. ദേവി ഇങ്ങനെ ഗർഭിതായ നമഃ എന്ന് പറയുന്നു പറഞ്ഞാൽ ഇവിടെ ഗർഭം എന്ന വാക്കിന് സാധാരണ നമ്മൾ കാണുന്ന അർത്ഥമല്ല. അതാണ് വാക്കുകൾ ഒരേ വാക്കിന് പല അർത്ഥങ്ങൾ കാണും, പല വാക്കിന് ഒരേ അർത്ഥവും കാണും. ഗർഭം എന്ന് പറയുന്നത് വീര്യം, സൗന്ദര്യം, അതാണ് ഗർഭം. അതുള്ളവളാണ് ദേവി. അതിഗർഭിതായ നമഃ. മേധോനിഷ്ഠായ നമഃ. മേധസ് എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ. മേധസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്ന് പറയില്ലേ, കൊഴുപ്പ്. ശരീരത്തിലെ കൊഴുപ്പാണ് മേധസ്. മേധസ്സിൽ വസിക്കുന്നവൾ ദേവി. മധുപ്രീതായ നമഃ. തേനാണ് ദേവിക്ക് ഇഷ്ടം, മധുവിൽ പ്രിയമുള്ളവൾ ദേവി. ബന്ധിന്യാദി സമന്വിതായ നമഃ. ബന്ധിനി മുതലായ ശക്തികളോട് ചേർന്നിരിക്കുന്നവൾ. ബന്ധിനി, ഭദ്രകാളി, മഹാമായ, യശസ്വിനി, രക്ത, ലംബോട്ടി, ഇതെല്ലാം ആവരണ ദേവതകളുടെ പേരാണ്. ഈ ദേവിക്ക് ദദ്യന്നാസക്ത ഹൃദയായ നമഃ. ദതി എന്ന് പറഞ്ഞാൽ തൈര്, തൈര് ചോറിൽ പ്രിയമുള്ളവൾ. ആ ഒരു ദേവി ആരാധിക്കുന്ന വ്യക്തി തൈര് ചോറാണ് നിവേദിക്കാൻ കൊടുക്കേണ്ടത്, നിവേദിക്കുന്നത്. അപ്പോൾ ആ ദേവിക്ക് കാഹിനി എന്ന് പേര്. മൂലാധാരം മുജാരൂഢായ നമഃ. മൂലാധാരത്തിൽ വസിക്കുന്നവൾ ദേവി. മൂലാധാരം എന്ന് പറയുന്നത് നട്ടലിന്റെ ഏറ്റവും, നട്ടൽ കണക്കല്ല, അറിയാൻ വേണ്ടി പറയാണ്, ഇതിന്റെ ഏറ്റവും താഴെ ഇരിക്കുന്നതാണ് മൂലാധാരം. ഈ ആധാരത്തിൽ 4 ഇതളുള്ള പത്മം, 4 ഇതളുകളാണ്. അതിന്റെ നടുവിൽ ഡാഗിനി എന്ന രൂപത്തിലാണ് ദേവി വർത്തിക്കുന്നത്. ആ ദേവി പഞ്ചവക്രായ നമഃ. 5 മുഖമുള്ളവളാണ് ദേവി. അപ്പൊ ആദ്യം 1, 2, 3, 4, 5 തുടങ്ങി 5 മുഖമുള്ളവളാണ് ദേവി. ഈ ദേവി എവിടെയാണ് വസിക്കുന്നത്? നമ്മുടെ അസ്ഥി, ബോണിൽ. അസ്ഥി സംസ്ഥിതായ നമഃ. അങ്കുശാദി പ്രകരണായ നമഃ. അങ്കുശം, താമര, പുസ്തകം, ജ്ഞാനമുദ്ര, ഇവയാണ് 4 കൈകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. മുഗ്ധൗദനാസക്തചിത്തായ വരദാദി നിഷേവിതായ നമഃ. വരദ മുതലായ ശക്തികളാൽ സേവിക്കപ്പെട്ടവൾ. വരദ, ശ്രീ, ഷണ്ഡ, സരസ്വതി എന്നീ ദേവിമാരാൽ ചൂഴപ്പെട്ടവൾ. മുഗ്ധൗദനാസക്തചിത്തായ നമഃ. മുഗ്ധം എന്ന് പറഞ്ഞാൽ ചെറുപയർ, ചെറുപയർ ചേർത്ത ചോറ്, അതാണ് ദേവിക്ക് നിവേദ്യമായിട്ടുള്ളത്. ആ ദേവിക്ക് ഡാഗിനി എന്ന് പേര്. ഈ ആജ്ഞാചക്രം, ഏതാണ് ആജ്ഞാചക്രം? 2 ഭ്രുവത്തിന്റെ മധ്യത്തിൽ വരുന്നതാണ് ആജ്ഞാചക്രം. അതാണ് ശരിക്കും ശ്മശാനം, അതാണ് രുദ്രഭൂമി, അതാണ് മഹാകാശി. അവിടെയാണ് മഹാഭാരത യുദ്ധം നടക്കുന്ന സ്ഥലം. നടന്ന സ്ഥലമല്ല, നടക്കുന്ന സ്ഥലം. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു മഹാഭാരത യുദ്ധം. എന്നോ എവിടെയോ നടന്നതല്ല. നമ്മുടെ ഉള്ളിലുള്ള 5 നല്ല ഗുണങ്ങൾക്കും എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത ചീത്ത ഗുണങ്ങൾക്ക്. അതാണ് പാണ്ഡവന്മാർ 5, കൗരവന്മാർ 100. ഈ 100
4,000 എന്നൊക്കെ നമ്മുടെ കഥകളിൽ പുരാണങ്ങൾ പറയുന്നതെല്ലാം 1 followed by zeros അല്ല, അൺകൗണ്ടബിൾ അല്ലേ? ചീത്ത ഗുണങ്ങൾ എത്ര ഉണ്ടെന്ന് പറയാൻ വളരെ പ്രയാസമാണ്, പറഞ്ഞുകൊണ്ടേയിരിക്കാം. നല്ല ഗുണങ്ങൾ വേണമെങ്കിൽ എണ്ണി നമുക്ക് പറയാൻ സാധിക്കും. മനുഷ്യനുള്ള 5 ഗുണങ്ങളാണ് വേണ്ടത്. ഏത് ഗുണവും செயல்பടാൻ ഒരു ശക്തി വേണം അല്ലേ? ഫാൻ കറങ്ങുന്നതും ശരി, ലൈറ്റ് ഇരിക്കുന്നതും ശരി, വർക്ക് ചെയ്യുന്നതും ശരി, മൈക്ക് വർക്ക് ചെയ്യുന്നതും ശരി, ഇതെല്ലാം പലവിധമായ രൂപത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ പ്രവർത്തന ശേഷി കൊടുക്കുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റി ഒന്നേ ഉള്ളൂ, അതാണ് പാഞ്ചാലി. അതായത് 5 പേർക്ക് ഒരു ഭാര്യ എന്നുള്ള അർത്ഥത്തിലല്ല. 5 പേർക്ക് ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ജ്യേഷ്ഠപ്രാത പിതാസമഹ എന്ന് പറയുന്നതാണ് ഹിന്ദുമതം. ജ്യേഷ്ഠന്റെ ഭാര്യയെ ജ്യേഷ്ഠനെ അമ്മയായി അച്ഛനായി കരുതണം, ജ്യേഷ്ഠപ്രാത പിതാസമഹ. അപ്പൊ ജ്യേഷ്ഠ ഭാര്യയോ അമ്മയായിട്ട് കരുതണ്ടേ? അപ്പൊ അമ്മയായിട്ട് കഴിഞ്ഞ വർഷം കരുതി, ഈ വർഷമാകുമ്പോൾ അർജുനൻ ഭാര്യയായിട്ട് കരുതും, ബാക്കിയുള്ളവരെല്ലാം അമ്മയായിട്ട് കരുതും. പിന്നെ അടുത്ത വർഷം ഭീമൻ ഭാര്യയായിട്ട് കരുതും എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാര്യം മനസ്സിലാക്കി, തത്വങ്ങളാണ് ഇത്. പഞ്ചശക്തികൾ, ശക്തിയുടെ പഞ്ച സ്വഭാവ ഗുണങ്ങളുടെ ശക്തിയാണ് പാഞ്ചാലി. ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ വാസനകളും തീർന്ന് ജീവപരം ഐക്യം ആണ് അടുത്ത ആധാരത്തിൽ കിട്ടുന്നത്. അതാണ് മഹാശ്മശാനം എന്ന് പറയാൻ കാര്യം. അവിടെ ദേവിയുടെ നിറം ശുക്ലവർണ്ണമാണ്, വെളുത്ത നിറം ശുക്ലവർണ്ണം. 6 മുഖമാണ് ദേവി. ഷഠാനനായി മജ്ജാസംസ്ഥായ, മജ്ജയിൽ വർത്തിക്കുന്നവൾ ദേവി. ഹംസവതി മുഖ്യ ശക്തി സമന്വിതായ, ഹംസവതി തുടങ്ങിയ ശക്തികളോട് കൂടിയ ദേവി. നമസ്കാരം. ഈ പത്മത്തിൽ ആ ഇക്ഷ എന്ന 2 അക്ഷരങ്ങൾ, ആ 2 അക്ഷരമാണ് ഹംസവതി, ക്ഷമാവതി എന്ന പേരിലാണ് ദേവത അറിയപ്പെടുന്നത്. ഹരിദ്രാനേക രസികായി നമഃ. മഞ്ഞൾ ചേർത്ത അന്നത്തിൽ പ്രതിയുള്ളത്. മഞ്ഞ പൊങ്കൽ നമ്മൾ വയ്ക്കുന്നത് മഞ്ഞൾ. ആ ദേവിക്ക് ആകിനി എന്ന് പേര്. ഇനി എന്താ 7ാമത്തെ ആധാരം? സഹസ്രദള പത്മസ്ഥായി. 1000 ഇതളുള്ള താമരയിലാണ് വസിക്കുന്നത്. അതാണ് ചെങ്കൽക്ഷേത്രത്തിന്റെ പേര്. ഏറ്റവും മുകളിലാണ് ശിവനും പാർവതിയും ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാണാത്തത് ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. കാരണം ഇങ്ങനെ ഒരെണ്ണം ചെയ്യാനൊന്നും ആർക്കും സാധിക്കില്ല. അത്ര കണ്ട് ഭംഗിയായിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലായിടത്തും ഒരെണ്ണം കൂടി ഉണ്ട്, അവർ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കണം. ഏറ്റവും മുകളിൽ നിന്നല്ലാതെ 6ാമത്തെ ആധാരം വരെ സെന്ററിൽ ഒരു ഹോളുണ്ട്. അവിടെ നോക്കിയാൽ താഴെയുള്ള ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ കാണും. 1 1 1. അതാണ് 111 അടി അത് വെച്ചിരിക്കുന്നത്. 3 പ്രതിഷ്ഠകളാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. അവിടെ നിന്ന് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. വളരെ അടുത്തിരുന്ന് കുനിഞ്ഞ് നോക്കണം, ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം 111 അടി, 111 ഒരു 5 കുറച്ചാൽ 96 അടി വരുത്തിയാണ് നമ്മൾ നോക്കുന്നത്. സഹസ്ര പത്മസ്ഥായ സർവവർണ്ണ ഉപശോഭിതായ നമഃ. ആ സഹസ്രാര പത്മത്തിലുള്ള ദേവിക്ക് എല്ലാ വർണ്ണങ്ങളും ഉണ്ട്. മറ്റൊരു ഓരോ വർണ്ണം പറഞ്ഞു, ഇവിടെ എല്ലാ വർണ്ണങ്ങളും ഉണ്ട്. കാരണം എന്താ? എല്ലാം കഴിഞ്ഞ് അവിടെ ബ്രഹ്മത്തിലോട്ട് ലയിക്കുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ വ്യത്യാസം പറയാൻ പറ്റില്ല. ഇന്ന നിറം ഇന്ന ഏതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സർവവർണ്ണവും ശോഭിതായ നമഃ. സർവായുധരായ നമഃ. എല്ലാ ആയുധങ്ങളും ധരിച്ചവൾ. ശുക്ല സംസ്ഥിതായ നമഃ. ശുക്ലം എന്ന ധാതുവിൽ വസിക്കുന്നവൾ. സർവതോമുഖ്യേ നമഃ. എല്ലാ സ്ഥലത്തും മുഖമുള്ളവൾ. ബദലേക സമന്വിതായ നമഃ, വദനദ്വയായ നമഃ പറഞ്ഞു. ഇവിടെ സർവതോമുഖ്യേ നമഃ. എത്ര മുഖം എന്ന് പറയാൻ സാധിക്കില്ല. ബ്രഹ്മമല്ലേ, ബ്രഹ്മസ്വരൂപം. ബ്രഹ്മത്തിന് രൂപമില്ലല്ലോ. അപ്പൊ എവിടെ എത്ര മുഖം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സർവതോമുഖ്യേ നമഃ. സർവോദര പ്രീതചിത്തായ നമഃ. എല്ലാ നിമിത്യങ്ങളും ഇഷ്ടപ്പെടുന്നത്. കാരണം അവിടെ സഹസ്രാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മോക്ഷം, ദീപപരം ഐക്യമാണ്. പിന്നെ അവിടെ ഒരു വ്യത്യാസമില്ല. ഇന്നത് പിടിക്കുന്നത്, ഇന്നത് ഇഷ്ടം, ഇന്നത് ഇഷ്ടമില്ല എന്നുള്ള ഒരു വ്യത്യാസം അവിടെ ഇല്ല. അതുകൊണ്ടാണ് സർവോദര പ്രീതചിത്തായ നമഃ. യാഗിനി എന്നാണ് ആ ദേവിയുടെ പേര്. ഇതാണ് 7 ആധാരത്തിൽ വസിക്കുന്ന ദേവിയുടെ സ്വരൂപങ്ങൾ. ഒരു 20 വർഷം മുമ്പേ ഒരു ആയുർവേദ ക്ലിനിക് ഇവിടെ വട്ടിയൂർക്കാവിലുണ്ട്. അവിടെ ഒരു 6 ഫോറിനേഴ്സ് ഉണ്ട്. അവരെ എന്തോ ഇങ്ങനെ ലളിതാ സഹസ്രനാമത്തെ പറ്റി ചോദിച്ചപ്പോൾ എൻ്റെ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതാണ് ആ ഹോസ്പിറ്റൽ. എന്നോട് ചോദിച്ചു അവർക്ക് ഒരു സംശയം കൊണ്ട് തീർത്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഈ ഫോറിനേഴ്സിൻ്റെ ആ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. അവർ പറയുമ്പോൾ 2TTO എന്ന് പറയും. 2330 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ 2TTO എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ കൂടെ കൊണ്ടുപോയി, കാണാൻ ഇരിക്കുന്ന മോളെ കൂടെ കൊണ്ടുപോയി. ആദ്യമൊക്കെ കുറേ ഫസ്റ്റ് ഡേ വർണ്ണിച്ച പോലെ അഷ്ടമി ചന്ദ്രവിപ്രാജ് പുസ്തകം വലിയ കാര്യമായിട്ടൊക്കെ വർണ്ണിച്ചു.
അപ്പോൾ അതിലൊരു സ്ത്രീ 70-year-old ലേഡി പറയാണ്, വി നോ എവരിത്തിങ് അബൌട്ട് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ലളിതാ സഹസ്രനാമം. വി വാണ്ട് ടു നോ ഈച്ച് ആൻഡ് എവരി ഫോം ഓഫ് ഗോഡസ് ഇൻ ഈച്ച് ആൻഡ് എവരി ചക്ര. ക്യാൻ യു എക്സ്പ്ലെയിൻ? ദേവിയുടെ സ്വരൂപം പറഞ്ഞതിനൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഓരോ ആധാരത്തിലും ദേവിക്ക് ഓരോ സ്വരൂപമുണ്ടെന്ന് നിങ്ങൾ പറയും, അതിലുണ്ട്. അതൊന്ന് വർണ്ണിക്കാമോ? ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ്. എത്രയോ വർഷമായിട്ട് ക്ലാസ് നടത്തുന്ന എല്ലാം അറിയും. പക്ഷെ ഇങ്ങനൊരു ചോദ്യം ഞാൻ പോലും ചോദിച്ചിട്ടില്ല എന്നോട്. അവിടെ മോള് പറഞ്ഞു, അച്ഛാ ഇതാണ് ചോദിക്കുന്നത്, വിശുദ്ധ ചക്രത്തിലെ യാതൊന്നുള്ളത് പറഞ്ഞാൽ ശരിയാ, ആൻസർ ശരിയായി. ഇത് എത്ര എടുത്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇവിടെ അവർക്ക് മനസ്സിലാവുന്ന വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, സാധാരണ നമ്മളെല്ലാം വായിക്കും ഇല്ലാതെ പോകും. ഫോറിനേഴ്സ് അങ്ങനെയല്ല. ഏതൊരു കാര്യം എടുത്താലും അതിൻ്റെ നാലായവര് കണ്ടേ അവർ നിൽക്കുള്ളൂ. അതാണ് അവർ ഇത്രയും പ്രാധാന്യം. അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് ഇതിൽ വരുന്നത്. ഇത് എത്ര പേരാണ് അമേരിക്കയിലെല്ലാം ഫോറിനേഴ്സ് എല്ലാം ഇതിനകത്ത് കയറിയത്. ശ്രീരുദ്രം ഭംഗിയായിട്ട് ലണ്ടനിലെ അസംബ്ലിയിൽ എഴുതിയ ആദ്യം ശ്രീരുദ്രമാണ് പറയുന്നത്. നല്ല പ്രൊണൗൺസിയേഷനാണ് കേട്ടോ. ഞാൻ ആദ്യം കളിയാക്കി കേട്ടപ്പോൾ ഇവിടെ നമ്മളിവിടെ പറയുന്നതിനേക്കാളും ഭംഗിയായിട്ട് പറയുന്നത്. ആരോ ഇതുപോലെ പഠിച്ച ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പഠിച്ചാലേ പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ. ശരിക്കും പഠിച്ചാൽ എന്തിനാന്ന് വെച്ചാൽ അവരുടെ ഇൻട്രസ്റ്റ്. അതിനാണ് ഞാൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം ഉണ്ട്. അവർ യോഗ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാം. നമുക്കതൊന്നും സാധിക്കില്ല. ഇതെല്ലാം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അടുത്ത 2 പഴം സ്വാഹ സ്വധ. ഈ സ്വാഹ എന്നുള്ളത് ദേവപോഷണി മന്ത്രം. ഏത് മന്ത്രവും ഏത് ഹോമവും നമ്മൾ ചെയ്യുമ്പോൾ സ്വാഹ എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ദേവതയെ ഹോമം ചെയ്ത് കഴിഞ്ഞാൽ ആ ദേവതയ്ക്ക് ആവിർഭാവം കൊണ്ട് എത്തിക്കുന്ന ജോലി ആർക്കാ? അഗ്നി ഭഗവാൻ. അഗ്നിയാണ് പോസ്റ്റ്മാൻ, കൊറിയർ ഏജന്റ് എന്ന് പറയാം. അപ്പൊ നമ്മള് കൊറിയറിനാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അയച്ചാലും പാർസൽ അയച്ചാലും ചാർജസ് ഉണ്ട്. അതുപോലെ അഗ്നിക്കും ഒരു ചാർജ് ഉണ്ട്. ചുമ്മാ ഒന്നും ചെയ്യും. നത്തിങ് ഈസ് അവൈലബിൾ ഫ്രീ ഓഫ് കാസ്റ്റ്. അഗ്നി ഭഗവാൻ ചുമ്മാ ഒന്നും കൊണ്ടുപോകാനൊന്നുമില്ല. ഓസിനുള്ള പരിപാടിയൊന്നും ഇവിടെ വേണ്ട. ആദ്യം എനിക്കുള്ളത് താ. ആദ്യം അഗ്നിയേ സ്വാഹ. ആദ്യം അയാൾക്ക് ആകുതി കൊടുക്കും. അങ്ങനെ കൊടുക്കണം. വിദേശത്തുള്ള ഒരാൾക്ക് സ്നേഹത്തോടുകൂടി ഭക്ഷണമൊക്കെ കെട്ടി നമ്മൾ കൊടുത്തയക്കുമ്പോൾ ഒരു പൊതി കൊണ്ടുപോകുന്നതിനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ മോന് കൊടുത്ത പുതിയ മോന് പോവുകയുള്ളൂ. അല്ലെങ്കിൽ അതിൽ എന്തുണ്ടെന്ന് നോക്കുന്ന പ്രവണത മനുഷ്യന് വരും. അതുപോലെ ആദ്യം അഗ്നിക്ക് കൊടുക്കും. ഈ സ്വാഹ എന്ന് പറയുന്നത് അഗ്നി ഭഗവാന്റെ ഭാര്യയുടെ പേരാണെന്ന് പറയും. ഭാര്യയുടെ പേര് പറഞ്ഞ് ചെയ്താൽ കൃത്യനിർവഹണം ചെയ്യുന്നത് ചമത്കാരമായിട്ട് പറയുന്നു. പക്ഷേ സ്വാഹ എന്നുള്ള പദത്തിന്റെ വീര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പുരാണത്തിലൊരു കഥയുണ്ട്. നകുഷൻ എന്നൊരു മഹാരാജാവ് അദ്ദേഹം ഒരു യാഗം ചെയ്യാൻ തീരുമാനിച്ചു. സംവർത്തൻ, ദേവഗുരു ബൃഹസ്പതിയുടെ അനിയനാണ് സംവർത്തൻ. ബൃഹസ്പതി ദേവഗുരു. ഈ നകുഷൻ സംവർത്തനെ വെച്ച് യാഗം ചെയ്യാൻ തീരുമാനിച്ചു. ബൃഹസ്പതിക്ക് അത്ര പിടിച്ചില്ല. ജ്യേഷ്ഠനായി ഞാനിരിക്കുമ്പോൾ അനിയന് പ്രാധാന്യമോ? പ്രൊഫഷണൽ റൈവൽറി പുരാണത്തിലേ ഉണ്ട്. ഇതൊക്കെ ലോകത്തുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. ഉടനെ ഇന്ദ്രന്റെ അടുത്ത് പോയി, ഇന്ദ്ര, നകുഷൻ യാഗം ചെയ്യുന്നു, അതിനെ ഉടനെ തടുത്തു നിർത്തും. ഇന്ദ്രൻ പറയും, നല്ല കാര്യമല്ലേ, യാഗം നല്ല കാര്യമല്ലേ. ആരെങ്കിലും തപസ് ചെയ്താൽ നീ ഉടനെ എന്തിനാണ് നിന്റെ കയ്യിലുള്ള മിസൈൽ അയക്കുന്നത്? അല്ലെ? പൂർവ്വശരൂപത്തിലൊത്തമേറ്റ് ഒരുത്തരെ തപസ് ചെയ്യാതെ ഇരിക്കുക. ഇന്ദ്രന്റെ പദവി പോകുമോ എന്ന് പേര്. എന്ത് യുദ്ധം നടന്നാലും ഇന്ദ്രന്റെ പദവി പോയി എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. ആരായി ഇന്ദ്രൻ? ഞാൻ പറഞ്ഞ മാതിരി ആകാശത്ത് അല്ലെ അമൃതം കഴിച്ചുകൊണ്ട് പൂർവ്വശരൂപത്തിലൊത്തമയുടെ നൃത്തവും കണ്ട് അങ്ങനെ സുഖിച്ചിരിക്കുന്ന ഒരാൾ എന്നെ കഥയായിട്ട് പറഞ്ഞു തരുന്നു. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ജീവൻ, ക്ഷേത്രജ്ഞൻ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവനാണ് ഇന്ദ്രൻ. എന്ത് കഷ്ടം വന്നാലും എന്ത് പ്രയാസം വന്നാലും എന്ത് തെറ്റിയാലും അത് അഫക്റ്റ് ആവുന്നത് നമ്മളല്ലേ. അതാണ് എന്ത് യുദ്ധം വന്നാലും ഇന്ദ്രൻ പദവി പോയി എന്ന് പറയാൻ കാരണം. അപ്പൊ ഇന്ദ്രൻ പദവിയെ പോകുമോ എന്ന് കരുതി എങ്ങനെ തപസ്സിനെ ഇല്ലാതാക്കുമോ? ഇത് എന്റെ ആവശ്യമാണ്, നീ ചെയ്യണം. ഗുരുവിന്റെ ആജ്ഞ ലംഘിക്കാൻ സാധിക്കും. ഗുരുവരൻഗിരിപ്പേ മനശ്ചേനടക്കണം തതക്കും 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 തതക്കും. ആദിശങ്കരന്റെ ദുർഭാഷണത്തിലുള്ളതാണ്. ഹിമാലയ പർവ്വതത്തോളം ധനമുണ്ടെങ്കിലും ഗുരുവിന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഇതെല്ലാം ഇരുന്നിട്ട് എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? ഗുരുവിന്റെ അധിഷ്ഠിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഗുരു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഗുരുവാരാ? പരമേശ്വരൻ, അല്ലെങ്കിൽ പാർവതി, അല്ലെങ്കിൽ ദേവി, അല്ലെങ്കിൽ ഗണപതി, ഏത് ദേവതാസ്വരൂപം. അതാണ് ശരിക്കുമുള്ള ഗുരു.
അപ്പോ ഇന്ദ്രൻ വേറെ നിവൃത്തിയില്ലാതെ യാഗശാലയ്ക്ക് വരും. തലേ ദിവസം സമ്മർദ്ദം നോക്കി നാളെയല്ലേ യാഗം, ഇന്നെന്തിനാ വരുന്നത്? ശരി, ഇന്ദ്രൻ മഹാരാജാവ്, നമ്മുടെ ജോലി എന്താ, പുരോഹിതന്റെ പ്രവൃത്തി. അങ്ങനെ മറ്റതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നകുഷൻ വരും. എന്താണ് ഇന്ദ്ര, നാളെയല്ലേ ആവിർഭാവം, ഇന്നെന്താ വരുന്നത്? അല്ല, ഈ യാഗത്തിലോട്ട് എനിക്ക് താല്പര്യമില്ല, ഈ യാഗത്തിലോട്ട് നിർത്തണം. യാഗം അങ്ങനെ നിർത്താൻ പറ്റില്ല, തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആവിർഭാവം സ്വീകരിക്കാൻ പറ്റില്ല. ആദ്യം അഗ്നിയേ സ്വാഹ, പിന്നെ ഇന്ദ്രായ സ്വാഹ, പ്രജാപതയേ സ്വാഹ, പിന്നെയാണ് ആദിത്യൻ സൂര്യായസ്മ. ഓരോ നവഗ്രഹത്തിനും എന്ത് ഹോമം ചെയ്താൽ മറ്റേ ധാരാളമാണെങ്കിൽ പരമേശ്വരനാഥ ഈ ലളിതാ സഹസ്രനാമ ഹോമമായിട്ട് ചെയ്യും. നമ്മുടെ രണ്ടുപേരും പറയുന്നില്ലേ, സ്വാഹ എന്നുള്ളത് ലളിതാ സഹസ്രനാമ ഹോമമുണ്ട്, അത് ചെയ്യും. ആദ്യം ഇന്ദ്രനെ വിളിക്കുമ്പോൾ ആഹുതി വാങ്ങാൻ കഴിയില്ല. അതുവരെ മിണ്ടാതിരുന്ന സമ്പർത്തൻ നേരെ പറഞ്ഞു, ഇന്ദ്ര, യാഗം നടക്കും, നാളെ ആവിർഭാവം ഞാൻ നൽകും, നീ വരും, വാങ്ങും. ഇപ്പോ ഓക്കെ, ഓ മോനെ ദിനേശ എന്ന് പറഞ്ഞതുപോലെ വേണമെങ്കിൽ പറഞ്ഞയച്ചു. അന്ന് പുരോഹിതന്മാർക്ക് പേടിയൊന്നുമില്ല. സീതാദേവിക്ക് മരവരി വസ്ത്രം കൊടുത്തപ്പോൾ വസിഷ്ഠർ പറഞ്ഞു, എന്ത് വൃത്തിയോടെ കാണിക്കണം, ആരാണ് നീ അഹങ്കാരി എന്നാണ് വിളിച്ചത്. ആരെ? രാജപത്നി കൈകേയി. ദശരഥ അക്ഷരം മുന്നില്ല. അത്ര പവറാണ് പുരോഹിതൻ. എന്ത് വിചാരിച്ചാണ് നീ അത് കൊടുക്കുന്നത്? നീ ആരെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ അമ്മയുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ പറയുന്നത്. രാമായണത്തിൽ അതൊരു വലിയ സബ്ജക്ട്. അതുകൊണ്ട് എന്തിനാ പറഞ്ഞ ആ പുരോഹിതന്റെ അധികാരം, നീ ഇപ്പൊ സംസാരിക്കണ്ട, പൊയ്ക്കോ. ദേവേന്ദ്രൻ അറിയാം. നേരെ ദേവേന്ദ്രൻ പോയി പറഞ്ഞു. ബൃഹസ്പതിയും ദേവന്മാരെല്ലാവരും കൂടി തീരുമാനിച്ചു, ഇന്ദ്രൻ പോകുന്നത് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രന് ഹൗസ് അറസ്റ്റ്, ഘരാവ്, മിന്നൽ പണികൾ എല്ലാവരും കൂടെ ദേവേന്ദ്രനെ കസേരയിലിരുത്തി. എല്ലാവരും കൂടെ അവിടെ കസേരയിലിരുത്തി. ഇവയെങ്ങനെ പോകുന്നത് കാണട്ടെ. യാഗം തുടങ്ങി. പ്രാഥമിക ഗണപതി പൂജ എല്ലാം കഴിഞ്ഞു. അഗ്നിക്ക് ആഹുതി കൊടുത്തു. അഗ്നി അവന്റെ കമ്മീഷൻ വാങ്ങിച്ചിട്ട് അടുത്ത റെഡി ആയിരിക്കുകയാണ്. അടുത്ത ആൾ കൊണ്ടുപോകാൻ ആർക്കാണ്? ഇന്ദ്രായ സ്വാഹ എന്ന് പറഞ്ഞ് ആ സ്വാഹാകാരം തീർന്നതും നെയ് അഗ്നിയിൽ വീണതും സിംഹാസനത്തിൽ ഇന്ദ്രനെ കാണാനില്ല. ഇന്ദ്രൻ എവിടെ നിൽക്കുന്നു? യാഗശാലയിൽ കൈനീട്ടിക്കൊണ്ടിരിക്കുക. കാരണം സ്വാഹ എന്ന പദത്തിന് അത്ര കണ്ട് അർത്ഥമുണ്ട്. വേദമന്ത്രത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് തപസ് ചെയ്യുമ്പോൾ ബ്രഹ്മദേവൻ അറിഞ്ഞൂടെയും ചോദിക്കുന്ന വരം കൊണ്ട് ലോകത്തിന് നഷ്ടം വരും. പിന്നെ എന്തിനാ വരം കൊടുക്കുന്നത്? അപ്പോ പണ്ടാസുനോട് പറഞ്ഞു, ഞാൻ ആരെ കൊടുന്നതെല്ലാം ഭസ്മമാകണം. ശരി, തന്നു എന്ന് പറഞ്ഞു. കാരണം തപസ് ചെയ്താൽ കൊടുത്ത് പ്രത്യക്ഷമായി പറ്റും. അതേപോലെ സ്വാഹ പറഞ്ഞാൽ വന്നേ പറ്റും. അതാണ് ഈ സ്വാഹ എന്ന മതത്തിന് എന്തിനാണ് പറഞ്ഞെന്ന് വെച്ചാൽ, ഈ സ്വാഹ എന്നുള്ളത് ദേവപോഷണി മന്ത്രമേ എന്നുള്ളത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കഥ പുരാണത്തിൽ പറയും. രണ്ടാമത് സ്വത, അത് പിതൃപോഷണി മന്ത്രം. സാധാരണ ഈ വലിയ കെട്ട് പിണ്ടം വെക്കുന്ന സമയത്ത് നമ്മുടെ വൈദിക കർമ്മത്തിൽ സ്വധാനമ സമ്പ്രദേ ഓം തത്സത് എന്ന് പറഞ്ഞു. ആ സ്വധാന വാക്ക് ഉച്ചരിച്ചാലേ ദേവന്മാർക്ക് പ്രീതിയാവും. ആ സ്വധാ എന്നുള്ളത് പിതൃപോഷണി മന്ത്രം, സ്വാഹ എന്നുള്ളത് ദേവപോഷണി മന്ത്രം. എല്ലാ കർമ്മങ്ങളും എല്ലാ മന്ത്രത്തിലും സ്വാഹ സ്വധ എന്ന രൂപത്തിൽ ഇരിക്കുന്നവൾ ദേവി. അതുകൊണ്ട് സ്വാഹായ നമഃ, സ്വധായ നമഃ, അമർത്യ നമഃ. അവിദ്യാസ്വരൂപിണിയാണ് ദേവിക്ക് നമസ്കാരം. എന്താണ് അവിദ്യാസ്വരൂപിണി? മായാദേവി. മായക്കുള്ളിലുള്ളതെല്ലാം അവിദ്യ, മായക്ക് അതീതമായതാണ് വിദ്യ. അതാണ് വിദ്യാസ്വരൂപിണി നമഃ എന്നത് നമ്മൾ കണ്ടു. വിദ്യയും അവിദ്യയും ദേവി തന്നെയാണ്. കാരണം മായക്കുള്ളിലാണ് നമ്മളെല്ലാം അകപ്പെട്ടിരിക്കുന്നത്. ഈ വസ്തുക്കളെല്ലാം, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും മായയിലാണ് ഇരിക്കുന്നത്. പ്രപഞ്ചത്തിനെ കുറിച്ച് ചോദിച്ചല്ലോ, പോയി കുറച്ചേറെ സംശയം ചോദിച്ചു. ഈ മായക്കുള്ളിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഈശ്വരാംശം തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ രൂപമല്ലെന്ന് പറയാൻ പറ്റില്ല. അതിനെയാണ് ഇവിടെ അമർത്യ നമഃ, മേധായ നമഃ. മേധാസ്വരൂപിണിയാണ് ദേവിക്ക് നമസ്കാരം. പ്രപഞ്ചത്തിലെ മനുഷ്യനുമുള്ള വിജ്ഞാന ശക്തിയാണ് മേധ, ബുദ്ധി. ശ്രുത്യൈ നമഃ. വേദസ്വരൂപിണിയാണ് ദേവിക്ക് നമഃ. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം. വേദങ്ങൾ സത്യമായ വസ്തു എന്ത് നമുക്ക് പറഞ്ഞു തരുന്നത് വേദം. വേദസ്വരൂപമായിരിക്കുന്ന ദേവി ശ്രുത്യൈ നമഃ. സ്മൃത്യൈ നമഃ. സ്മൃതി രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മ. നമ്മൾ കൊച്ചിലെ നടന്ന് നമുക്ക് ഓർമ്മ വരുന്നു. ഇന്നലെ എത്രയോ പദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? 51 കടാക്ഷിക്ക് 51 അക്ഷരാർത്ഥിയെ നിമ്പത്തല്ലാതിരിക്കില്ല സമ്പത്തമേ സരസ്വതി. 2ാം ക്ലാസ്സിൽ മലയാള ടീച്ചർ പഠിപ്പിച്ചതാണ്. ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ് ദേശത്തിനാണ് താമസം. കടുക്കനെ കേട്ട്
അന്നൊക്കെ സാറുമാർ അങ്ങനെ ഫുൾ ആൻഡ് ഷർട്ട് മുണ്ട കൊടുത്ത് ഫുൾ ആൻഡ് ഷർട്ട് ഇട്ട് തോളിൽ ഇത്തിരി ഇട്ടിട്ടാണ് ഒന്ന് പ്രേരിക്കുന്നത്. അപ്പൊ അത് ആ ഓർമ്മ ഉള്ളത് കൊണ്ടാണ് ഇത് വരുന്നത്. ഈ ഓർമ്മ ആരാ തരുന്നത്? യാദിവി സമമുദേറ്റു സ്മൃതി രൂപീണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ. സ്മൃത്യേ നമഃ അനുത്തമായ നമഃ അത്യുത്തമമായ ദേവിക്ക് നമസ്കാരം. കാരണം അതിനേക്കാൾ വലുതൊന്ന് ഇല്ല. പുണ്യകീർത്തി നമഃ പുണ്യകീർത്തിയായ ദേവിക്ക് നമസ്കാരം. പുണ്യം കീർത്തി എന്ന് പറഞ്ഞാൽ പുണ്യം ഉള്ളവർക്ക് മാത്രമേ കീർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പുണ്യലഭ്യായ നമഃ പുണ്യത്തെ നമുക്ക് കൊടുക്കുന്നവൾ. പുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? സുഖകരമായ എന്തെല്ലാം നമുക്ക് ഫേവറായിട്ട് വരുന്നു അതെല്ലാം പുണ്യത്തിന്റെ ഫലം. പുണ്യശ്രവണ കീർത്തനായ നമഃ ചരിതം കേൾക്കുന്നതും ഗുണങ്ങൾ കീർത്തിക്കുന്നതും പുണ്യകരമായിട്ടുള്ള ദേവി എന്ന് പറഞ്ഞാൽ ദേവി ചരിതം പറയുന്നതും കേൾക്കുന്നതും എല്ലാം പുണ്യകരണം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പൂജ ചെയ്യാൻ അതുകൊണ്ട് ഒന്നും വേണ്ട. വില്ലോമാർക്കുകൾ അമന്ത്രകം ഏന സമന്ത്രകം വാ സമംശപോട്യാശികതോഗമേതി നമ്മൾ വില്ലോമാർക്ക് പറയും. ഒരു ഉദ്ധരണി ജലം ഒരു ബില്വം, ഏകം ച ബില്വം ശരീരം ച കിഞ്ചിത് സമർപ്പിതം ശങ്കരമൂർത്തിനി ഭക്ത്യ. മന്ത്രം അറിഞ്ഞോ അറിയാതെയോ മന്ത്രം അറിഞ്ഞ് ചെയ്താൽ നല്ലത്. അറിഞ്ഞില്ലെങ്കിൽ വേണ്ട, അറിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമമേ വേണ്ട. ശ്രദ്ധയോട് ഭക്തിയോട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ചരിത്രം കേൾക്കുകയോ ഗുണങ്ങൾ ഒന്നും പറഞ്ഞോടാ അമ്മേ എന്നെ രക്ഷിക്കണേ മാത്രം പറഞ്ഞാൽ മതി. ദേവി അമ്മേ എന്ന് മാത്രം വിളിച്ചാൽ മതി. അതാണ് പുണ്യശ്രവണ കീർത്തനായ പുലോമജാർച്ചിതായ നമഃ. പുലാമജ എന്ന് പറഞ്ഞത് ഇന്ദ്രാണി, ഇന്ദ്രന്റെ ശക്തിയാണ് ഇന്ദ്രാണി. ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാ ശാപം വന്ന് ഭയന്ന് ഇന്ദ്രൻ കാമരയിൽ വിളിച്ചിരിക്കുകയും ആ ഇന്ദ്രന് വീണ്ടും ബ്രഹ്മഹത്യാ ദോഷത്തെ പുറത്തു വരാനായി ഇന്ദ്രാണി തപസ്സിരിക്കുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഇന്ദ്രന് വീണ്ടും ആ ശാപമോക്ഷം കിട്ടിയതായിട്ടാണ് കഥ വരുന്നത്. ആ ഇന്ദ്രന് സ്ഥാനം തിരിച്ചു കിട്ടിയത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ദ്രാണിയാൽ പൂജിക്കപ്പെട്ടവൾ. അതാണ് പുലോമജാർച്ചിതായ നമഃ. ബന്ധമോചിന്യേ നമഃ ബന്ധങ്ങളിൽ നമ്മളെ മോചിപ്പിക്കുന്നവൾ. സംസാര ബന്ധം കാരാഗ്രഹം അതാണ്. കാരണം അതെല്ലാം നമ്മളെ ഒരിക്കൽ പറഞ്ഞാൽ നമ്മളെല്ലാം കാരാഗ്രഹത്തിൽ പെട്ടതുപോലെയാണ്. പെട്ടുപോയില്ലേ? കളഞ്ഞിട്ട് പോകാൻ പറ്റുന്നുണ്ടോ? നടക്കില്ല. വൈരാഗ്യത്തിൽ ഇറങ്ങിപ്പോയാൽ 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരും. ദേഷ്യപ്പെട്ട് സംസാരിക്കാതെ ഇരിക്കും. എന്നാലും കുറച്ച് കഴിയുമ്പോൾ വിളവി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിക്കാം പറയാം അല്ലേ? കിടക്കി വിരിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് കിടക്കാം. ദേഷ്യപ്പെട്ട് മിണ്ടാതെ പോകേണ്ടതെന്നല്ലോ പറ്റൂല. കുടുങ്ങിയതാണ് സംസാരം. പറഞ്ഞേ പറ്റും. ആ ബന്ധത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ മോക്ഷത്തെ കൊടുക്കുന്നവൾ ദേവി നോക്കാം. ബന്ധമോചിന്യ നമഃ ബർബരാളകൈ നമഃ പാറിക്കളിക്കുന്ന കുറുനരുകളോട് കൂടിയവൾ. ദേവിയുടെ രൂപവർണ്ണം. സാധാരണ ചുരുണ്ടമുടി ഇപ്പോൾ ആളുകൾ കമ്പിയെല്ലാം വെച്ച് ചുരുട്ടിയെടുക്കും. മറ്റത് നാച്ചുറൽ ആയിട്ടുള്ളതെന്ന്. ആ ചുരുണ്ട മുടി ശ്രീകൃഷ്ണനെ കണ്ടിട്ടില്ലേ? ആ കിരീടത്തിൽ അവിടെ ആ ചുരുണ്ട മുടി, അതാണ് ഏറ്റവും കൂടുതൽ ഭംഗി കാണിക്കുന്നത്. ബർബരാളകായ നമഃ വിമർശരൂപിണി നമഃ വിമർശരൂപിണിയാണ് ദേവി. ബ്രഹ്മത്തിൽ ലയിച്ചു കിടക്കുന്ന സ്പന്ദന ശക്തിയാണ് വിമർശരൂപിണി. ആ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും സംരക്ഷിക്കുകയും എല്ലാം ചെയ്യുന്നത് ആ ശക്തി തന്നെയാണ്. അതാണ് വിമർശനം. വിദ്യായ നമഃ വിദ്യാസ്വരൂപിണി. വിദ്യ എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്തെന്നുള്ള ഉണർവ് വിദ്യ. സത്യമായ വസ്തു എന്താണ്? ബ്രഹ്മം. വിയതാദി ജഗത് വസുവേ നമഃ ആകാശാദി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവൾ. ഈ ആത്മാവിൽ നിന്നും ആകാശം, ആകാശത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ. എന്തെല്ലാം? വായു, അഗ്നി, ജലം, ഭൂമി, ബാക്കി. ആകാശം പഞ്ചഭൂതത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാകുന്നത്. ഇതെല്ലാം സൃഷ്ടിക്കുന്നവൾ ദേവി ആയതുകൊണ്ട് വേദാദി ജഗത് വസുവേ നമഃ സർവവ്യാധി പ്രശമന്യേ നമഃ എല്ലാ വ്യാധികളെയും ഇല്ലാതാക്കുന്നവൾ ദേവി. വ്യാധികൾ പല വ്യാധികളുണ്ടോ? ശരീരത്തിന് വരുന്ന വ്യാധികളാണ് നമ്മൾ വ്യാധികൾ തിരിയുന്നത്. ഇവിടെ വ്യാധി എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തിന് വരുന്ന വ്യാധിയാണ്. അതും ദേവി നടത്തും. ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ആത്മീകമായ കാര്യമാണ് നമ്മളിവിടെ ചർച്ചാ വിഷയം. അപ്പം മനസ്സിലുള്ള ആ വ്യാധിയാണ് ശരിക്കും. അത് മാറ്റാൻ ആർക്കും ഒരു ഡോക്ടർക്കും സാധിക്കില്ല. ഒരു മരുന്ന് എത്ര ക്യാപ്സ്യൂൾ തിന്നാലും മനസ്സിന്റെ ദുഃഖം പോവില്ല. ഉടങ്ങി വന്ന് നടയിൽ വന്ന് തൊഴുതു നിന്ന ആ സമയത്തിന് പോകും. പിന്നെ വരുമായിരിക്കും, പിന്നെ വന്ന് തൊഴും. അതാണ് വീണ്ടും വീണ്ടും വരുന്നത്. അല്ലെങ്കിൽ ഒരു ദിവസം മതിയല്ലോ അമ്പലം. എല്ലാവർക്കും അനുഗ്രഹം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. എന്തിനാണ് ദിവസം വരുന്നത്? ഇന്നും ചിട്ടയായിട്ട് 8:20 ആ ശ്രീകൃഷ്ണത്തിൽ അവിടെ തൊഴുന്ന ആൾക്കാരെ എനിക്കറിയാം. 2 അമ്മയുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവർ തമ്മിൽ. ദിവാരന കഴിഞ്ഞ് അവിടെ ദിവാരന വരും. എന്ത് വന്നാലും ശരി തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ വന്നിരിക്കും, തൊഴുതിരിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് അതുകൊണ്ട് കിട്ടുന്ന ആനന്ദം അല്ലേ?
മനസ്സിനുള്ള ദുഃഖത്തെ ഇല്ലാതാക്കാൻ, മനസ്സിന്റെ അസുഖത്തെ ഇല്ലാതാക്കാൻ ഒരു മരുന്നേ ഉള്ളൂ, അത് ഈശ്വര വിചാരം. അതാണ് ഈശ്വര ചിന്തയിലൊന്നേ മനുജനും ശാശ്വതനെ ഉലകിൽ. അതുകൊണ്ട് അവിടെ സർവവ്യാധി സർവമൃത്യു നിവാരണ്യനുമ, എല്ലാവിധമായ മരണത്തെയും ഇല്ലാതാക്കുന്നവൾ. എല്ലാവിധമായ പലവിധമായ മരണമുണ്ടോ? ഇതിനെ ഞാൻ പറഞ്ഞു, കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടാൽ അത് മരണത്തിന് സമാനം തന്നെയാണ്, അല്ലേ? കണ്ണു ഇന്ന് മാത്രം പ്രയാസമാണ്. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സെക്കൻഡ് കണ്ണടച്ചോട് നടക്കുമ്പോഴറിയാം ഇതുമാത്രം ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ? അകാല മൃത്യു ഇതും ബുദ്ധിമുട്ടുള്ളതും തന്നെ. ഇതെല്ലാം ഇല്ലാതാക്കുന്നവൾ ദേവി. ശരിക്കും പറഞ്ഞാൽ മരണത്തെ ഇല്ലാതാക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇനിയൊരു ജന്മത്തെ ഇല്ലാതാക്കുന്നവർ. ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, യാതൊരു സംശയമില്ല. എത്ര വലിയവനായാലും എത്ര പാപ സപ്താഹം ചെയ്താലും എന്തൊക്കെ ചെയ്താലും എത്ര 24 മണിക്കൂർ അമ്പലത്തിലെ നടയിൽ തന്നെ ഇരുന്നാലും ജനിച്ചാൽ മരിക്കണം. ജന്മം ജനനവും മരണവുമാണ്. അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനിയൊരു ജനനം ഉണ്ടാകാതെ അനുഗ്രഹിക്കുന്നില്ല. അതാണ് മരണത്തിൽ മൃത്യു നിവാരണ്യം സർവമൃത്യു നിവാരണ്യം അഗ്രഗണ്യായ മഹാ. ആദ്യമുള്ളവൾ ദേവി, ജഗത്തിന്റെ ആദ്യ കാരണയാണ് ദേവി. എന്നു മുതലുണ്ട്, എന്നു മുതലിരിക്കുന്നത്. അത് അനാദി എന്ന് പറയാൻ. ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം നോക്കിക്കോണം. ദേവി എന്ന് പറഞ്ഞാൽ ദേവനൊക്കെ പിന്നാടി വന്നതാണോ എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ ഇപ്പൊ ഈ ലളിതാ സഹസ്രനാമമായതുകൊണ്ട് ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ബ്രഹ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും. അചിത്യ രൂപായ നമഃ, രൂപം സങ്കല്പിക്കാനാവാത്ത ദേവിക്ക് നമസ്കാരം. എന്തുകൊണ്ട് രൂപം സങ്കല്പിക്കാൻ പറ്റില്ല? നിറവും മണവും രൂപം ഇല്ലാത്തതാണ് ബ്രഹ്മം. അതുകൊണ്ട് അതിനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. കലികൽമഷനാശിന്യനുമ, കലിയുഗത്തിലെ പാപങ്ങളെ അകറ്റുന്നവൾ ദേവി. കലികാലത്ത് അധർമ്മവും പാപപ്രവൃത്തിയും വർദ്ധിക്കും. അതിനെന്താ ഒരേ ഒരു മാർഗം? കലികാലത്ത് മോക്ഷപ്രാപ്തിക്കുള്ള എളുപ്പ വഴി നാമപാരായണം. ഓരോ യുഗത്തിലും ഓരോന്നുണ്ട്. വലിയ വലിയ യാഗങ്ങൾ ചെയ്യാനോ തപസ് ചെയ്യാനോ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ജീവിത രീതി അങ്ങനെ, കലികാലത്തെ ജീവിത അങ്ങനെയാണ്. നമുക്ക് കിട്ടുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ നാമപാരായണം. അതാണ് ലളിതാ സഹസ്രനാമപാരായണം. ചിട്ടയായിട്ട് ചെയ്തുകൊണ്ട് വരുന്നില്ലേ? ഇവിടെ പറഞ്ഞു എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച ഇവിടെ ഞങ്ങൾ പാരായണം ചെയ്യും. നാളെ ഈ വെള്ളിയാഴ്ച വരുന്നു. അതൊരു ചിട്ടയായിട്ട് വർഷങ്ങളായി ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തിട്ട് 8 വർഷം 100 പാരായണം സൗന്ദര്യലഹരി എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച ചെയ്തു. 3ാമത്തെ പാരായണം ഇതേ ക്ഷേത്രത്തിൽ വെച്ചാണ്. 160 പേര് ഈ ബിൽഡിങ്ങിനകത്ത് ഉണ്ടായിരുന്നു. കോണിപ്പടി എല്ലാ ആളുകളും അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. കാരണം എന്താ? ചിട്ടയുടെ ആ നാമപാരായണം മാത്രമാണ് കലിയുഗത്തിൽ നമുക്ക്. അതുകൊണ്ട് ആ കലിയെ ഇല്ലാതാക്കുന്നത്. കലി എന്ന് പറഞ്ഞാൽ അജ്ഞാനം എന്ന് അർത്ഥം. അതാണ് ശരിക്കുള്ള ആത്മികമായ അർത്ഥം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനമില്ലാത്ത അവസ്ഥ അജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്തെന്നുള്ള ഉണർവ്. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ അജ്ഞാനത്തെ നീക്കി നമുക്ക് ജ്ഞാനത്തെ കൊടുക്കുന്നവൾ ദേവി നൃത്തം. കലികൽമഷനാശിന്യേ നമഃ, കാത്യായന്യേ നമഃ. കാത്യായനിയായ ദേവിക്ക് നമസ്കാരം. എല്ലാ ദേവന്മാരുടെയും തേജസ് ഒന്നായി തീർന്നാണ് കാത്യായനി ദേവി. കാത്യായനി പൂജ്യത്തെ ഗോപിൽ കൃഷ്ണനെ നേടിയെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇത് ദേവിയുടെ ഒരു സ്വരൂപം തന്നെ. കാത്യായനി നമഃ. കാലഹന്ത്രി നമഃ, കാലസംഹാരണിയായ ദേവിക്ക് നമസ്കാരം. കാലസംഹാരണി എന്ന് പറഞ്ഞാൽ ദുഷ്ടകാലത്തെയും മരണത്തെയും ഇല്ലാതാക്കുന്നവൾ. അപ്പൊ ദുഷ്ടകാലം നമുക്ക് ദുഷ്ടകാലത്ത് കഷ്ടകാലം, ദുഃഖം വരുന്ന സമയം, പാപത്തിന്റെ ഫലം, അല്ലേ? ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം എന്ന് പറയും. കഷ്ടകാലം ഒരു കാലമുണ്ട്, അല്ലേ? കഷ്ടകാലം ഇങ്ങനെ അനുഭവിക്കുന്നു എന്ന് പറയുന്നില്ലേ? അത് ആ സമയം വരുമ്പോൾ അത് അനുഭവിച്ചേ പറ്റും. അതിനെല്ലാം ഓരോ കണക്കുണ്ട്. ആ കമ്പ്യൂട്ടറൊന്നും ഒരിക്കലും ഡൗൺ ആവുകയില്ല. അതിന് പ്രത്യേക UPS ഒന്നും വേണ്ട. കറക്റ്റ് നടക്കേണ്ടല്ല, അത് ആ സമയത്ത് അപ്പം നടന്നിരിക്കും. യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ നമ്മുടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാലത്തെയും മരണത്തെയും ഇല്ലാതാക്കുന്നത് നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് അനുഗ്രഹം ചെയ്ത് നമുക്ക് മോക്ഷത്തെ കൊടുക്കുന്നവർ. കമലാക്ഷൻ കാലഹന്ത്രി നമ, കമലാക്ഷൻ വിജയവിദായ നമ. കമലാക്ഷൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു, താമരക്കണ്ണൻ മഹാവിഷ്ണു, വിഷ്ണുവിനാൽ സേവിക്കപ്പെട്ടവർ. അപ്പൊ ഇവിടെ വിഷ്ണു പാർവതി എന്നുള്ളതാണ് ബ്രഹ്മം. ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, വിഷ്ണുവാൽ സേവിക്കപ്പെട്ടവൾ. മഹാവിഷ്ണു ദേവിയുടെ അനുഗ്രഹത്താലാണ് മൈതുകേടന്മാർ നിഗ്രഹിച്ചുകൊണ്ട് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. കാരണം അവര് സ്വച്ഛന്ത പ്രവൃത്തികളാണ്. ഇവര് 5000 വർഷം യുദ്ധം ചെയ്തു മഹാവിഷ്ണു. 2 പേരും മാറി മാറി അനിയനും ചേട്ടനും വന്ന് മധുവും കൈടവും മാറി മാറി യുദ്ധം ചെയ്യുന്നു. ഇങ്ങനെ തലയ്ക്കൽ മഹാവിഷ്ണു മാത്രം. എന്നിട്ടും ക്ഷീണിച്ചില്ല.
അവസാനം മതകേടന്മാർ തന്നെ പറഞ്ഞു, പാവം നീ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് കുറച്ച് റെസ്റ്റ് എടുത്തോ. അത് മായ കൊണ്ട് മധുകേടവന്മാരെ കൊണ്ട് പറയിച്ചതും ദേവി തന്നെയാണ്. അപ്പോഴാണ് ധ്യാനം ചെയ്ത് സ്വച്ഛന്ത മൃത്യുവാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത്. അവർ വിചാരിച്ചാലേ മരിക്കൂ. അപ്പൊ എന്ത് ചെയ്യണം? ഉടനെ മഹാവിഷ്ണു വിചാരിച്ചു, നിങ്ങൾ ഇത്രയും മിടുക്കന്മാരായി യുദ്ധം ചെയ്യുന്നു, 5000 വർഷം എന്നോട് എതിർത്ത് യുദ്ധം ചെയ്യാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് വരം തരാം എന്ന് വേണം ചോദിച്ചു. ഇവര് അഹങ്കാരികളല്ലേ. കാരണം അണ്ടചരാചരങ്ങൾ സമുദ്രത്തിലിരിക്കുമ്പോൾ മഹാവിഷ്ണുവിന്റെ കാതിൽ നിന്ന് വന്ന മലത്തിൽ കർണമലത്തിൽ ഉണ്ടായവരാണ് മധുകേടവന്മാർ. വേറെ ഒന്നും അവർക്കറിയില്ല. ഇത് വിഷ്ണുവാണെന്ന് അവർക്കറിയില്ല. അജ്ഞാനത്തിൽ ഇരിക്കുകയാണ്. അതാണ് മധുര രാഗം ദ്വേഷം. നമ്മുടെ ഉള്ളിലുള്ള രാഗം ദ്വേഷം. ഇതാണ് മധുകേടവന്മാർ. എന്നോ പാർക്കടലിൽ മഹാവിഷ്ണുവിന്റെ ചെവിയിൽ നിന്ന് വന്നു അവരെ വധിച്ചു എന്നല്ല. ഇവർ എപ്പോഴൊക്കെ രാഗം ദ്വേഷം മനസ്സിലുണ്ട് അതൊക്കെ മധുകേടവന്മാർ നടത്താം. ഇതിൽ നിന്ന് വരെ ഞങ്ങൾക്ക് തരണ്ട, ഞാൻ വരം തരാം വാങ്ങിച്ചു. ശരി, എന്നാ ഞാൻ ചോദിക്കാം, തരാമെന്ന് പറഞ്ഞു. ദേവി പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ മുമ്പിൽ വെച്ച് തരാമെന്ന് വാക്ക് തന്നിട്ട് കൊടുത്തില്ലെങ്കിൽ പറ്റില്ലല്ലോ. അവർ പറയും, നിങ്ങളെ ജയിക്കാനുള്ള വരം എനിക്ക് നൽകണം. അവരൊട്ടും പ്രതീക്ഷിക്കില്ല. എങ്ങനെ ജയിക്കാൻ? വരച്ചാൽ ജയിക്കാൻ പറ്റുള്ളൂ. ആ വരം കൊടുത്താൽ അവരെ സ്വച്ഛന്ത മൃത്യുവായല്ലോ. ശരി, വധിച്ചോ. പക്ഷെ ഭൂമിയുടെ ജലം സ്പർശിക്കാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ വധിച്ചു. ഒരു അവസാനം എലി, പൂച്ചയുടെ വായിൽപ്പെട്ട എലി അത് രക്ഷപ്പെടാൻ പെട്ടെന്ന് അറിഞ്ഞ് വെറുതെ 2 മാന്തെങ്കിലും മാന്തി നോക്കും, കിട്ടുപോകുന്നു. അതുപോലെ ഒരു ചാൻസ് നോക്കുന്നു. ഭൂമിയുടെ സ്ഥലം കാരണം അണ്ടജലാലും സമുദ്രത്തിനടിയിൽ നിന്ന് അനന്തര മെത്തയായിക്കൊണ്ട് ആ പാർക്കടലിൽ ശയിക്കുന്ന സമയത്താണ് യോഗനിദ്രയിൽ ഇരിക്കുമ്പോഴാണ് കർണമലത്തിൽ നിന്ന് മധുകേടവന്മാർ വരുന്നത്. അതാണല്ലോ ദേവിമാർക്കത്തിന് തുടക്കം. അങ്ങനെ മഹാവിഷ്ണു പറഞ്ഞു, ശരി വധിച്ചോളാം. എവിടെ നിന്നാണ് ഭൂമി വരുന്നത്? വിഷ്ണുവിന്റെ തുടയിൽ നിന്നാണ്. നേരെ തുടയെ ഉയർത്തി തുടയിൽ കൊണ്ടുവച്ച് ചക്രായ കൊണ്ട് അവരെ വധിച്ചു. എന്തിനാന്ന് വെച്ചാൽ ദേവി ഉപാസന ചെയ്ത് ആ ദേവി ഉപാസനയിൽ നിന്നാണ്, തപസ്സിൽ നിന്നാണ് ഈ മധുകേടവന്മാരുടെ വധിക്കാനുള്ള ഉപായം അദ്ദേഹം മഹാവിഷ്ണു നൽകിയെന്നാണ് ദേവി മഹാത്മത്തിൽ പറയുന്നത്. ദേവി തന്നെയുള്ള വിഷ്ണു സംഹാരണി രുദ്രക ഗോത്രേ ഗോവിന്ദ രൂപിണി. മഹാവിഷ്ണു വേറെ ആളില്ല. ദാടിമി കമലാക്ഷ നിഷേവിതായ താമ്പൂലപൂരിത മുഖ്യ വെറ്റില നിറഞ്ഞ വായോട് കൂടിയ ദേവിക്ക് നമസ്കാരം. ഈ വെറ്റില, താമ്പൂലം ഇതെല്ലാം മംഗളത്തിന്റെ കാര്യമാണ്. ഈ വെറ്റിലയിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ലളിതാശാസ്ത്രവുമായിട്ട് ബന്ധമില്ലെങ്കിലും കാര്യം അറിഞ്ഞിരിക്കണം. പണ്ടൊക്കെ മുറുക്കാനിടുന്നവർ നോക്കിക്കഴിഞ്ഞാൽ അവര് വെറ്റില എടുത്ത് തിരിച്ചു വെച്ച് നോക്കും. എന്തെന്നറിയാമോ? വെറ്റിലയിൽ ആൺ വെറ്റില, പെൺവെറ്റില എന്നുണ്ട്. ഇപ്പൊ ആരും മുറുക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ, വെറ്റിലയുടെ പുറകുവശത്ത് ആ ഞെട്ടിൽ നിന്നും ഇങ്ങനെ ഒരു നരമ്പ് പോലെ വരില്ലേ, അത് വലതുവശത്താണ് ആദ്യം വരുന്നതെങ്കിൽ അത് ആൺവെറ്റ, ഇടതുവശത്താണ് വരുന്നതെങ്കിൽ അത് പെൺവെറ്റാണ്. അപ്പൊ സ്ത്രീകൾ ഇടുകയാണെങ്കിൽ പെൺവെറ്റ ഉപയോഗിക്കണം, ആണുങ്ങളാണെങ്കിൽ ആൺവെറ്റ ഉപയോഗിക്കണം. അങ്ങനെയൊക്കെ ഇത്രയൊക്കെ കണ്ടീഷനായിട്ടാണ് ഇരിക്കുന്നത്. അതിങ്ങനെ നോക്കിയിട്ടാണ് അതിന്റെ വാല് നുള്ളിയിട്ട് ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ട്, അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് കഴിക്കും. വളരെ നമ്പൂതിരിമാരുടെ എല്ലാം സ്ഥിരം അതാണ്. പക്ഷെ വെറ്റിലയിലെ ഇതുണ്ടെന്നാണ്. വെറ്റിലയുടെ കാര്യം വന്നതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ദേവിയുടെ വായിൽ നിന്നും വരുന്ന ദിവ്യ താമ്പൂല രസം സമാകർഷ ദിഗന്ധരായ മഹാനമലളിതാസഹസ്രം ആദ്യമേ കണ്ടു. ദാടിമി കുസുമപ്രഭായ മാധവപ്പൂവിന്റെ കാന്തിയുള്ള ദേവിക്ക് നമസ്കാരം. കായില്ലാതെ പൂക്കൾ മാത്രം ഉണ്ടാക്കുന്ന ഒരുതരം മാധവമാണ് ദാടിമം. സാധാരണ ദാടിമമല്ല, മാധവമല്ല, വേറൊരു പ്രത്യേകം ആ നിറത്തിലുള്ളവൾ. മൃഗാക്ഷേരമ മാൻപേടമുള്ള മനോഹരമായ കണ്ണുകളുള്ളവൾ. മാൻപേടയുടെ കണ്ണെന്താണ്? എപ്പോ നോക്കിയാലും അതിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് മാനിനെയാണ്, മൃഗങ്ങൾ വേട്ടയാടുന്നത്. കാരണം അതിവേഗം സഞ്ചരിക്കാൻ കഴിവുള്ളതാണ് മാൻ. അപ്പോ ഈ മൃഗങ്ങൾക്കൊരു വിനോദമാണ് അതിന്റെ കൂടെ ഓടിച്ചിട്ട് പിടിക്കുന്നത്. കുട്ടികൾ അങ്ങനെയാണല്ലോ, ചുമ്മാ ഇരിക്കില്ല, ഓടുന്നതല്ലേ അവരുടെ സ്വഭാവം. അപ്പൊ ഈ മൃഗത്തിനെ വരട്ടി അടിച്ച് ഓടിച്ച് അതിനെ കൊല്ലുന്നതാണ് അവരുടെ വിനോദം. അവിടെ മാനിനാണ് എപ്പോഴും ആപത്ത് വരുന്നതാണ്. അതിന്റെ കണ്ണുകൾ എപ്പോഴും ചുറ്റും നോക്കിക്കൊണ്ടിരിക്കും. ആ ഒരു അർത്ഥമുണ്ട്. ദേവി എങ്ങനെയാണ് എപ്പോഴും ജനങ്ങളെ സംരക്ഷിക്കാനായി നിമിഷോത്പന്ന വിപന്ന പുനാവള്ളിയും നമ്മൾ കണ്ടില്ലേ, അനിമേഷിയായിട്ട് കണ്ണിങ്ങനെ തുറന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് സഹസ്രാക്ഷി എന്ന് പറയാൻ കാര്യം.
മൃഗാക്ഷിയെ നമഃ, മോഹിന്യേ നമഃ. ഈ ലോകത്തെ എല്ലാം മോഹിപ്പിക്കുന്നവൾ ദേവിയാണ്. ദേവിയുടെ ഇതുകൊണ്ടാണ് മഹാമായ പ്രഭാവയുടെ സംസാരത്തിന് കാരണം. അതിന്റെ നമ്മൾ കണ്ടത് ഗുണമെത്തും. മൃഗാക്ഷിയെ നമഃ, മാൻപേട പോലെ കണ്ണുള്ളവൾ. മോഹിന്യേ നമഃ, മുഖ്യായേ നമഃ. ആദിപരാശക്തി ആയതുകൊണ്ട് എല്ലാത്തിനും അതീതമായവൾ, മുഖ്യമായവൾ. മൃഡാന്യേ നമഃ, മൃഡം എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. മൃഡാനി എന്ന് പറഞ്ഞാൽ പരമേശ്വരന്റെ ശക്തി. മിത്രരൂപിണി നമഃ, മിത്രരൂപിണിയായ ദേവിക്ക് നമസ്കാരം. മിത്രരൂപിണി എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദം എന്ന് അർത്ഥമുണ്ട്. മിത്രം എന്ന് പറഞ്ഞാൽ സ്നേഹിതം എന്ന് അർത്ഥമുണ്ട്. മിത്രം എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന് അർത്ഥം. മിത്രം എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് ശരി. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആത്മ. സൂര്യൻ നേട്ട ഉടൻ മനസ്സിലായിക്കൊള്ളണം, ആത്മ. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സ്. അത്രയേ ഉള്ളൂ. അത് കവിഞ്ഞുള്ളതൊന്നുമില്ല, ഈ രണ്ടേ ഉള്ളൂ. മിത്രരൂപിണി നമഃ, നിത്യതൃപ്തായ നമഃ. എപ്പോ നോക്കിയാലും തൃപ്തിയായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം ദേവിയുടെ ഗുണങ്ങളെന്ന് വർണ്ണിക്കുന്നുവോ അതെല്ലാം ദേവിയെ ഭജന ചെയ്യുന്ന നമുക്കും ഉണ്ടാകണം. വിചാരിച്ചാൽ തൃപ്തി, അതാണ് ഏറ്റവും വലിയ. ഓതുമെന്റെ മനമേ ചെയ്യും മരുന്ന്. തമിഴിലെ ചില വാക്കുകളൊന്നും ഉണ്ട്, അതിന് പകരം എന്ന് പറഞ്ഞ വേറെ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മതി, എനിക്ക് മതി, തൃപ്തി. മനുഷ്യൻ സാധാരണ തൃപ്തി എന്ന് പറയുന്നത് ഒരു കാര്യത്തിലേ പറയുള്ളൂ, കാല് പിടിച്ചു കളയും. മതി, എന്നെ വിട്ടേക്ക്, ഞാൻ പോയേക്കാം. അതല്ലാതെ എന്ത് കൊടുത്താലും 10 കിട്ടെങ്കിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 ഗുണം കയ്യിലുണ്ടാകുമ്പോൾ അഖിലം ആശ്ചര്യം എന്നതൊന്നും പൊന്താനം പാടില്ല. മതി എന്ന് പറയുന്നത് ഒന്നിലേ ഉള്ളൂ. ദേവിയെ സംബന്ധിച്ച് എപ്പോഴും തൃപ്തിയാണെന്ന് പറഞ്ഞാൽ ഈശ്വര വിചാരത്തോടെ ഇരിക്കുന്ന നമ്മളവിടെ ലളിതാ സഹസ്രനാമെല്ലാം ജപിക്കുന്നവരെങ്കിലും മനസ്സ് എപ്പോഴും തൃപ്തിയായിരിക്കണം. അത് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് രാവിലെ പറഞ്ഞു സാർ, ആ അമ്പലത്തിൽ വെച്ച് പാരായണത്തിന്റെ അറ്റ്മോസ്ഫിയർ വളരെ നന്നായിരിക്കുന്നു സാർ. നാം ഇത്രയും, കാരണം ഇവിടെ ഇവർ പറഞ്ഞു മാറി എത്രയോ കാര്യങ്ങൾ സാമ്പശിവം സാറിനൊപ്പം എല്ലാം നവരാത്രിക്ക് ഇവിടെ രക്ഷാർത്ഥം നടക്കും. ആ വിജയദശമിയുടെ അന്ന് ലളിതാ ഹോമം, ലളിതാ സഹസ്രനാമ ഹോമം നടക്കും. ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. എത്ര ഹോമം നടത്തിയ സ്ഥലമാണെന്ന് അറിയാം. അതിൻ്റെയൊക്കെ വൈബ്രേഷൻ എല്ലാം ഈ ബിൽഡിങ്ങിലുണ്ട്. അതാണ് ഈ സംഭവം ഇവിടെ നടത്തുന്നത്. ഞാൻ ഒരുപാട് വർഷമായി ആഗ്രഹിച്ചതാണ്. കാരണം അത്രയും ഒരു പ്രാധാന്യമുള്ളതാണ്. ഇങ്ങനെ കിട്ടുന്നത് ഈ വൈബ്രേഷൻ, ഈ ജനങ്ങളുടെ സംതൃപ്തിയാണ് കാര്യം. അവിടെ വരുമ്പോൾ നമുക്കത് കിട്ടുന്ന ആ ഒരു സുഖം, സംതൃപ്തി, അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. അവിടെ പോയി എന്ത് കിട്ടുന്നത് നീ പോയി നോക്കുന്നു പറയാൻ പറ്റും. അതുകൊണ്ട് നിത്യതൃപ്തായി നമഃ. നിത്യ എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നർത്ഥം. ഈശ്വര സ്വരൂപം എപ്പോഴും ആനന്ദത്തിന് പ്രതീകമാണ്. ഭക്തനിധയേ നമഃ. ഭക്തന്മാരുടെ നിധിയായ ദേവിക്ക് നമസ്കാരം. ശരിയാണല്ലോ, നമ്മുടെ ഒരു നിധിയല്ലേ. നിധി എങ്ങനെ സൂക്ഷിക്കുന്നു അതുപോലെയല്ലേ നമ്മൾ അമ്പലത്തിലെ കാര്യങ്ങളും അതുപോലെ ഇരിക്കണം. അതുകൊണ്ട് അതിനെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ എടുത്തുകൊണ്ട് പോകരുത്. ആളുകൾ വിചാരിക്കുന്നത് ശിവൻ സ്വത്ത് കുലനാശം എന്ന് പറഞ്ഞതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ തന്നെ ചന്ദനവും വിഭൂതിയും അവിടെ തന്നെ കളഞ്ഞിട്ട് വരും. അപ്പൊ ദേവി ക്ഷേത്രത്തിലുള്ള സ്വത്ത് അടിച്ചു മാറ്റിയ കുഴപ്പമില്ല. ശിവൻ സ്വത്ത് കുലനാശം, കൃഷ്ണന്റെ സ്വത്ത് കുലവർദ്ധനമാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ സാന്നിധ്യമുള്ള ക്ഷേത്രത്തിൽ നിന്നും ഒന്നും നമ്മൾ മോഷ്ടിക്കരുതെന്ന്. അല്ലാതെ അവിടെ തരുന്ന പ്രസാദത്തിനെ കളയണമെന്ന് പറയുന്നില്ല. ധാരാളം പേരുണ്ട് ചന്ദനത്തിനെ കളഞ്ഞിട്ട് വരും. ശരി, നല്ല പായസം കൊടുത്ത് എന്ത് ചെയ്യും? അത് തൂണിലറിയണ്ടേ? അത് മാത്രം ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അമ്പലത്തിലെ വൃത്തികളാക്കിയിട്ട് എന്താ പറയുക, എത്രയോ 2 തുണി അവിടെ കെട്ടിയിരിക്കുന്നു. ഞാൻ കണ്ടു, ആ കരിപ്പൊട്ടിട്ടിട്ട് അല്ലെങ്കിൽ വിളക്ക് അവിടെ വെച്ച ശേഷം കയ്യെല്ലാം അവിടെ തുടച്ചിട്ടേ പോകുന്നു. നല്ല ആള് ആ ഒരു സിസ്റ്റം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? തുണി ആദ്യ ക്ഷേത്രത്തിൽ അവിടെ 4 തുണി തൂങ്ങിയിട്ടുണ്ട്. എന്നാലും ചുമരിന് അവിടേക്ക് കുമാരി തേച്ചിട്ടുണ്ട്. ഇതൊരു സ്വഭാവമായിട്ടുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം പരിശുദ്ധമായ പാവനമായ സ്ഥലമാണ് ക്ഷേത്രം. അതിനാണ് നമ്മൾ ക്ഷേത്രം. വീട്ടിൽ പൂജാമുറി എന്തിനാണ് വെക്കുന്നത്? എല്ലാ സ്ഥലത്തും ഇല്ലാതെ കുറച്ചുകൂടി കൂടുതൽ കോൺസെൻട്രേഷൻ ശുദ്ധവൃത്തിയുള്ളതാണ് പൂജാമുറി. അതുപോലെ അതിനെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഭക്തന്മാരുടെ നിധി, നമ്മൾ നിധി എങ്ങനെ സൂക്ഷിക്കുന്നു അതുപോലെ സൂക്ഷിക്കുന്നു. നിയന്ത്രണ നമഃ. എല്ലാം നിയന്ത്രിക്കുന്നവളാണ് ദേവി. പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ അധീനതയിൽ കൊണ്ടുവരുന്നത്. അതാണ് ശാസിക്കാൻ കഴിവുള്ളവർ.
അതാണ് ശാസ്ത്രാന്നുള്ള വാക്കിന്റെ അർത്ഥം. നിഖിലേശ്വരിയെ നമഃ, എല്ലാവരുടെയും ഈശ്വരിയായ ദേവിക്ക് നമസ്കാരം. നോക്കൂ, അവിടെ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരുടെയും ഈശ്വരിയാണ് ദേവി. മൈത്രാദി വാസനാലഭ്യായ നമഃ, മൈത്രി മുതലായ ഭാവനകളാൽ ലഭ്യമായ ദേവിക്ക് നമസ്കാരം. സഖികളിൽ മൈത്രി, ദുഃഖിതരിൽ കരുണ, പുണ്യവാന്മാരിൽ സന്തോഷം, പാപികളിൽ അഥവാ തന്നെ ദ്വേഷിക്കുന്നവരിൽ ഉപേക്ഷ, ഉദാസീന ഭാവം. ഈ ഭാവനകളെല്ലാം അഭ്യസിച്ചാൽ മനസ്സിന് ശുദ്ധിയും പ്രസാദവും ഉണ്ടാകും. നമ്മളെ ദുഷിക്കുന്നവരോട് തള്ളിക്കളയാം, ഉദാസീനത, പിന്നെ അതിനെ വിട്ടുകൊണ്ട് പറയുന്നവൻ പറഞ്ഞിട്ട് പോകും. കള്ളൻ ഒന്നും മോഷ്ടിച്ചുകൊണ്ട് പോയി, അവന്റെ കാര്യം കഴിഞ്ഞു, നമ്മൾ അതിനെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കും, അല്ലെ? എത്ര വർഷമായാലും മനസ്സിൽ നിന്ന് അത് പോകും. പോയി പോട്ടെ, നമ്മളതല്ല. പറയാൻ എളുപ്പം, പ്രായോഗികമാക്കാൻ കഷ്ടമില്ലെന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കള്ളൻ അറിയൂ, നമ്മൾ എടുത്തുകൊണ്ട് വന്നു, പാപ അമ്മ വിഷമിക്കും, തിരിച്ചു കൊണ്ട് കൊടുക്കാമെന്ന് ഒരു കള്ളനും തോന്നുന്നു. അങ്ങനെ തോന്നിയാൽ അവൻ ഈശ്വരനാണെന്ന്. അതുകൊണ്ട് ഇവിടെ മൈത്രാദി വാസനാലഭ്യായ എന്ന് പറഞ്ഞാൽ സഖികളിൽ മൈത്രി, നമുക്ക് വേണ്ടപ്പെട്ടു മിത്രം കാണിക്കണം, ദുഃഖിതന്മാരിൽ കരുണ കാണിക്കുന്നവർ. മഹാപ്രളയ സാക്ഷിണ്യേ നമഃ. ഞാൻ പറഞ്ഞു, കലികാലത്തിന് അവസാനം 4,32,000 വർഷമുണ്ട്, അത് 5,700 വർഷങ്ങളായിട്ടുണ്ട്. ബാക്കി 4 ലക്ഷത്തിൽ ബാക്കിയുണ്ട്. പേടിക്കണ്ട, നമ്മളെല്ലാം ധാരാളം പ്രാവശ്യം ഇതുപോലെ ലളിത സഹസ്രനാമം ജപിച്ചുകൊണ്ട് വരിക. ആ സമയമാകുമ്പോൾ അപ്പൊ നമ്മൾ റെഡിയാവും. അണ്ടചരാചരങ്ങളും സമുദ്രത്തിനടിയിൽ പോകും, വീണ്ടും അടുത്ത സൃഷ്ടി ഉണ്ടാകും. അതാണ് മഹാപ്രളയം. ആ മഹാപ്രളയത്തിൽ സൃഷ്ടിയില്ല, സ്ഥിതിയില്ല, സംഹാരമില്ല. അതുകൊണ്ടാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, രുദ്രൻ എല്ലാ ശക്തികളും ഒന്നിലൊന്ന് ചേർന്ന് ബ്രഹ്മാവിന്റെ ശക്തി വിഷ്ണുവിലേക്ക്, വിഷ്ണു രുദ്രനിലേക്ക്, രുദ്രൻ ഈശ്വരനിലേക്ക്, ഈശ്വരൻ സദാശിവനിലേക്ക്, സദാശിവനും ആ ദേവി സ്വരൂപ ബ്രഹ്മത്തിൽ ലയിച്ച് ബ്രഹ്മം മാത്രം അവിടെ നിൽക്കും. അതാണ് ഇവിടെ ദേവി. അവിടെ മഹാപ്രളയ സാക്ഷിണ്യമാണ്. അതും ലയിച്ചാൽ പിന്നെ അടുത്ത സൃഷ്ടി തുടങ്ങാൻ വേണ്ടേ? നെൽകൃഷി പോലെ തന്നെ ഉണ്ടാക്കിയ നെല്ല് മുഴുവൻ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അടുത്തത് വിതയ്ക്കാൻ വേണമല്ലോ, കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയെ വെക്കൂ. അതാണ് ദേവി സ്വരൂപം. മഹാപ്രളയ സാക്ഷിണ്യേന മഹാ പരസ്യേ ശക്തി, പരമമായ ശക്തി, പരസ്യേ ശക്തി, പരമമായ ശക്തിക്ക് ദേവി നമസ്കാരം. പരമമായ ശക്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, അതിനേക്കാളും വലുതൊന്നുമില്ല. പരായി നിഷ്ഠായ നമഃ, പരമലക്ഷ്യമാണ് ദേവിക്ക് നമസ്കാരം. എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ അവസാനിക്കുന്നു എന്നാണല്ലോ ഭഗവത്ഗീതയിൽ പറയുന്നത്. എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിലാണ് അവസാനിക്കുന്നത്. നമ്മളെല്ലാം അദ്വൈത സിദ്ധാന്തം തന്നെയാണ്. എല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്യുമ്പോഴും നമ്മളെല്ലാം അവസാനം കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മാവ ഹൃദയ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായ സമർപ്പയ. എല്ലാം ചെയ്തിട്ട് അവസാനം നാരായണനോട് സമർപ്പിച്ചിട്ട് മിണ്ടാതിരിക്കും. കാരണം എന്താ? നമ്മുടെ ജോലി അവിടെ തീർന്നു. അതിന്റെ ഫലം കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരൻ. കർമ്മങ്ങളുടെ പറയാതിരിക്കാൻ പറ്റില്ല. ആ പാട്ടിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ട്, ഈശ്വര ചിന്ത ചെയ്യുന്നത് ശാശ്വത. നമ്മൾ കർമ്മം ചെയ്തിട്ട് നോക്കണം, പിന്നെ അതൊക്കെ തനിയെ വന്നോളും. ആ വിശ്വാസം വേണം. കാരണം എന്താ? നമ്മുടെ ആശ്രയം അതാണ്, ഈശ്വര സ്വരൂപം. പ്രജ്ഞാനകര രൂപിണീനമ, പ്രജ്ഞാനം ഖനീഭവിച്ച് ഉടലെടുത്ത ദേവിക്ക് നമസ്കാരം. കട്ടിപിടിച്ച പൂർണ്ണ ജ്ഞാനത്തെയാണ് പ്രജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് ദേവീശ്വരം. കട്ടിപിടിച്ച പൂർണ്ണ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? എത്ര കണ്ട് ആരെന്ത് പറഞ്ഞാലും ആ മനസ്സിൽ നിന്ന് അത് മാറാതെ ഈശ്വരനാണ് സത്യം എന്നുള്ള ഉണർവോടുകൂടി നമ്മൾ ഇരിക്കുന്നതാണ് ആ കട്ടിപിടിച്ചത്, ഉറച്ച വിശ്വാസം. പ്രജ്ഞാനങ്ങൾ മാതീപാനാലസായന്മ, ദ്രാക്ഷാരസം സേവിച്ച് ആലസ്യത്തോടെ ഇരിക്കുന്നവൾ. ദേവിയുടെ നൈവേദ്യത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം ദ്രാക്ഷാരസം. മത്തായി നമ, മത്തായിരിക്കും ദേവിക്ക് നമസ്കാരം. മത്ത എന്നതിന് അഹങ്കാരം എന്ന് അർത്ഥമുണ്ട്. ഇവിടെ എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ പരമേശ്വരന്റെ പട്ടമഹിഷി എന്നുള്ള ആ ഇത് അല്ലേ? മമ്മ പ്രസിഡന്റ് ആക്കും എന്ന് പറയുന്നത് ഒരു ഗമയല്ലേ അല്ലേ? അതുപോലെ പരമേശ്വരന്റെ ഭാര്യ എന്നുള്ള മാതൃകാവർണ്ണ രൂപിണീനമ, മാതൃകാക്ഷരങ്ങളുടെ സ്വരൂപത്തിലുള്ളവൾ ദേവി. അക്ഷരമാല എല്ലാം ഈശ്വര സ്വരൂപം തന്നെയാണ്. അതാണ് നേരത്തെ ആ മുതൽ ആ വരെ 16 അക്ഷരം ആദ്യം പറഞ്ഞു. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളുമാണ് ഓരോ ദളം
നേരത്തെ ഉള്ളത്. മഹാകൈലാസ നിലയായ മഹാകൈലാസത്തിൽ വസിക്കുന്നവൾ. അതായത് മഹാകൈലാസം എന്ന് പറഞ്ഞാൽ സഹസ്രാരം. എല്ലാം നമ്മുടെ ശരീരത്തിലുള്ളത് തന്നെയാണ്, പുറത്തൊന്നുമില്ല. ദേവന്മാർ, അസുരന്മാർ, എല്ലാ ക്ഷേത്രം, തീർത്ഥങ്ങൾ, ഗംഗ, യമുന, സരസ്വതി എല്ലാം നമ്മുടെ ശരീരം തന്നെയാണ്. സുഷുമ്നാ നാടി തന്നെയാണ് ഗംഗ. അവിടെ ഗംഗയിൽ മുഴുകിയാൽ മോക്ഷം എന്ന് പറയും. സുഷുമ്നാ നാടിയിൽ കുണ്ടല ശക്തിയെ പ്രയോഗപ്പെടുത്തിയാൽ നിനക്ക് മോക്ഷം എന്ന്. അല്ല, ഗംഗയിൽ മുങ്ങിയാൽ മോക്ഷം എന്ന് പറഞ്ഞാൽ ഗംഗയിൽ എത്രയോ വർഷങ്ങളായി എത്രയോ മീനുകൾ അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാനും പോയി ഗംഗാസ്ഥാനം മുങ്ങിയിട്ട് വന്നു, ഇനി അപ്പം തന്നെ മോക്ഷം കിട്ടണ്ടേ? അതല്ല ഉദ്ദേശിക്കുന്നത്. സുഷുമ്നാ നാടിയിൽ ആര് പോകുന്നു അതാണ് താല്പര്യം. മൃണാള് മൃദുതായും താമരത്തണ്ട് പോലെ മൃദുവായ ഭുജവല്ലിയോട് കൂടിയവൾ ദേവി രൂപമാണ്. ദേവിയുടെ ഭുജവല്ലി എന്ന് പറഞ്ഞാൽ ആ ഷോൾഡർ മുതൽ ഇതുവരെ കൈമുട്ട് വരെയുള്ള ഭാഗമാണ് ഭുജം. താമര ഇതൾ പോലെ മൃദുവായ ഭുജവല്ലിയോട് കൂടിയവൾ. മഹനീയായ നമഃ, അത്യന്ത പൂജ്യയായ ദേവിക്ക് നമസ്കാരം. ദയാമൂർത്തിയ നമഃ, ദയാമൂർത്തിയായ ദേവിക്ക് നമസ്കാരം. ദേവിക്ക് ഉറവിടമാണ് ഈശ്വര സ്വരൂപം. മഹാസാമ്രാജ്യ നിലയായ നമഃ, ശ്രീമദ് സിംഹാസനെ മഹാരാജ്ഞി നമഃ. അതിൽ കണ്ടു. മഹാസാമ്രാജ്യം എന്ന് പറഞ്ഞാൽ മോക്ഷ സാമ്രാജ്യം. അതിനേക്കാളും വലുതൊന്നുമില്ല. അതാണ് അന്തിമം, അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഇന്ന് അല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമ്മൾ ആ ചിന്തയിലോട്ട് വരും, യാതൊരു സംശയമില്ല. എല്ലാവർക്കും മോക്ഷം കിട്ടുകയും ചെയ്യും. അന്നേ പറ്റൂ. ഇങ്ങോട്ട് അയച്ചില്ലേ, തിരിച്ചങ്ങോട്ട് വിളിച്ചല്ലേ പറ്റൂ, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മോക്ഷം എല്ലാവർക്കും തീർച്ചയായിട്ടും കിട്ടും. ആദ്യം കൊടുക്കുന്നവൾ മഹാസാമ്രാജ്യശാലിനിയുമാണ്. ആത്മവിദ്യായ നമഃ, ആത്മവിദ്യായ ദേവിക്ക് നമസ്കാരം. ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ പരമമാണ്, സത്യമുള്ള ഉണർവ്. അത് തന്നെയാണ് മഹാവിദ്യ. മഹാവിദ്യ എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. വിദ്യകളിൽ വെച്ച് ശ്രേഷ്ഠമാണ് ആത്മവിദ്യ, അതിനെയാണ് മഹാവിദ്യ പറയാൻ കാര്യം. ശ്രീവിദ്യായ നമഃ, പഞ്ചദശാക്ഷരി മന്ത്രമാണ് ശ്രീവിദ്യാ മന്ത്രം. അത് ഞാൻ പറഞ്ഞ അതിരഹസ്യമാണ്. ശ്രീചക്രത്തിൽ ആരാധിക്കുന്ന രീതി 15 അക്ഷരങ്ങളോട് കൂടിയതാണ് പഞ്ചദശാക്ഷരി മന്ത്രം. അത് അതിരഹസ്യമായതുകൊണ്ട് അത് ഉപദേശിക്കാൻ കഴിവുള്ളവർക്ക് അത് ഉപദേശിക്കാൻ സാധിക്കുള്ളൂ. വാങ്ങുന്നവരും ആ കഴിവ് വേണം എന്നുള്ളതാണ്. പക്ഷേ ഇന്നത് പരസ്യമാണ്. ഗൂഗിളിൽ പോയി ശ്രീചക്ര നടിച്ചു കഴിഞ്ഞാൽ പഞ്ചദശാക്ഷരം നിങ്ങൾക്ക് കേൾക്കാതെ പാടും. ഗൂഗിളിൽ പാടും. അതിന് അക്ഷരലക്ഷണം, അത് അക്ഷരലക്ഷണമുള്ള കോടി ജപിച്ചു കഴിഞ്ഞാൽ എത്രയോ പേര് ആണ്ടിയപ്പോൾ ഓരോ പ്രാവശ്യം കിട്ടുന്നത്. ഇതെല്ലാം പരസ്യമായി, പക്ഷെ ഇതെല്ലാം രഹസ്യമാണ്. അതുകൊണ്ട് ഇന്നും ഉപാസന ചെയ്യുന്നവർ പെട്ടെന്നൊന്നും ആർക്കും ദീക്ഷ തരില്ല. ശ്രീവിദ്യ ഉപാസകരൊന്നും പെട്ടെന്ന് ആർക്കും കൊടുക്കില്ല. അവന് പക്വതയുണ്ടോ നോക്കിയിട്ടേ കൊടുക്കും. കാരണം ഈ പഞ്ചദശാക്ഷരി മന്ത്രം സിദ്ധിയാവണമെങ്കിൽ അത് ഉപദേശം ജനിക്ക് സിദ്ധിയാവണം. 15 ലക്ഷം പ്രാവശ്യം ചെയ്യും. അക്ഷരലക്ഷം ഒരു മന്ത്രം. നമശിവായ എന്ന മന്ത്രമാണെങ്കിൽ 5 ലക്ഷം പ്രാവശ്യം നമശിവായ ജപിച്ചാലേ ഈ നമശിവായ മന്ത്രത്തെ ഉപദേശിക്കാനുള്ള കഴിവ് അയാൾക്ക് കിട്ടുകയുള്ളൂ. ശരി, എനിക്ക് കഴിവ് കിട്ടിയെന്ന് വെച്ചു, ഞാൻ ഒരാൾക്ക് ഉപദേശിക്കുന്നു, അയാളും ഇതുപോലെ 5 ലക്ഷം ജപിക്കണം, അല്ലെങ്കിൽ എന്റെ കഴിവ് തീരും. ഇതുകൊണ്ടാണ് പലരും ഉപദേശം കൊടുക്കാൻ പഠിക്കുന്നത്. ഇതാണ് അതിന്റെ. ഞാൻ പലരും വിചാരിക്കും ഇവർക്ക് എന്താ പറഞ്ഞു കൊടുത്താൽ എന്താ കാര്യമില്ല. അവരെത്രയോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച അവരുടെ സിദ്ധി വേറൊരാൾ കാരണം ഇതില്ലാതാണ്. പഞ്ചദശാക്ഷരി മന്ത്രമാണ് ശ്രീവിദ്യ. കാമസേവിതായ നമഃ, കാമദേവനാൽ സേവിക്കപ്പെട്ടവൾ. നമ്മൾ നേരത്തെ ഹരണേത്രാഗ്നി സന്ദർഭ കാമസഞ്ജീവന ഔഷധീയ നമഃ. അത് തന്നെയാണ് ഇവിടെ. ശ്രീ ഷോഡശാക്ഷരി വിദ്യായ നമഃ. പഞ്ചദശാക്ഷരി മന്ത്രത്തിൽ പ്രണവമന്ത്രം കൂടെ ചേർത്ത് 16 അക്ഷരം പഞ്ചദശാക്ഷരി. ത്രികുടായ നമഃ. 3 കുടങ്ങളോട് കൂടിയവൾ. നേരത്തെ കണ്ടു. ഭാർഗവകുടം, മധ്യകുടം, ശക്തികുടം. നമ്മൾ ഇതിനൊക്കെ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാമക്കൊടിയായ നമഃ. കാമക്കൊടിയായ ദേവിക്ക് നമസ്കാരം. കാമക്കൊടി എന്ന് പറഞ്ഞാൽ പരമേശ്വരന്റെ സാരതത്വം എന്ന് അർത്ഥം. കടാക്ഷ കിങ്കിരീഭൂത കമലാകൂടി സേവിതായ നമഃ. കടാക്ഷം മാത്രം കൊണ്ട് ദാസികളായിത്തീർന്ന അനേകം കോടി ലക്ഷ്മി ദേവികളാൽ സേവിക്കപ്പെട്ടവൾ ദേവി. ലക്ഷ്മി ദേവികളാന്ന് പറഞ്ഞാൽ ഐശ്വര്യ ദേവി നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. ദേവി കടാക്ഷം ലഭിച്ചാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കും. അതാണ് നമ്മൾ കാമാക്ഷി, കാ സരസ്വതി, മാ ലക്ഷ്മി എന്ന് പറയാൻ കാര്യം. ശിരസ്ഥിതായ നമഃ. ശിരസിലുള്ള സഹസ്രാര പത്മത്തിൽ വസിക്കുന്നവർ. സഹസ്രാരേ പത്മേ സകരഹസി പത്യാ വികസി സൗന്ദര്യം. ചന്ദ്രനിവായ നമഃ. ചന്ദ്രപ്രഭയോട് കൂടിയ ദേവിക്ക് നമസ്കാരം. ബ്രഹ്മരന്ധ്രത്തിൽ താഴെയുള്ള ചന്ദ്രമണ്ഡലത്തെ കുറിക്കുന്നതാണ് ശ്രീവിദ്യയിലെ ഭാർഗവകൂടം. അടുത്ത് മുതൽ ഭാർഗവകൂടം. ബാലസ്ഥായ നമഃ. നെറ്റിയിൽ വാഴുന്ന ദേവിക്ക് നമസ്കാരം. ശ്രീകാലത്തിന് ബിന്ദുവായി ദേവി നെറ്റിയിൽ വാഴുന്നു എന്നർത്ഥം. അതാണ് സ്ഫുരികം. ആ നക്ഷത്രത്തിൽ അവിടെ വരുന്നു പറയാൻ കാരണം. ഇന്ദ്രധനു പ്രഭായ നമഃ.
മഴവില്ലിന്റെ കാന്തിയുള്ള ദേവിക്ക് നമസ്കാരം. ഹൃദയസ്ഥായ ഹൃദയത്തിൽ വസിക്കുന്നവർ. ഈശ്വര സ്വരൂപമെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യം തന്നെയാണ്. അതാണ് ഹൃദയത്തിൽ വസിക്കുന്നവർ എന്ന് പറയാൻ കാര്യം. രവിപ്രഖ്യായ സൂര്യനെ പോലെയുള്ള ദേവിക്ക് നമസ്കാരം. സൂര്യൻ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശി, ആത്മാവ് സ്വയം പ്രകാശി, ആത്മാവ് തന്നെയാണ് ഈശ്വര സ്വരൂപം. അതുകൊണ്ടാണ് പറഞ്ഞത്. ത്രികോണാന്തര ദീപികായ ത്രികോണത്തിനുള്ളിൽ ദീപിക്കുന്നവൾ. മൂലാധാര പത്മത്തിൽ 3 കോണമുണ്ട്. അവിടെയാണ് പരാനുള്ള ശക്തി ഇരിക്കുന്നത്. നമ്മൾ പരാപശ്യത്തി മധ്യമ വൈകല്യം നമ്മുടെ ശബ്ദത്തിന്റെ കാര്യം നോക്കുമ്പോൾ കണ്ടു. അത് തന്നെയാണ് നമ്മുടെ അർത്ഥം. ദാക്ഷായണീനമ ദക്ഷപുത്രിയായ ദേവിക്ക് നമസ്കാരം. ദക്ഷൻ എന്ന് പറഞ്ഞാൽ കഥയായിട്ട് പറയുന്നു. ദക്ഷൻ എവിടെല്ലാം പറയുന്നു? നമ്മുടെ ഉള്ളിലുള്ള ഞാൻ എന്ന അഹങ്കാരമാണ് ദക്ഷൻ. ദൈത്യഹന്ത്രേ നമഃ അസുര സംഹാരണിയായ ദേവിക്ക് നമസ്കാരം. അസുരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ദുർഗുണങ്ങൾ. അസുരൻ വേറെ ആരുമല്ല, ദേവനും നമ്മൾ തന്നെയാണ്, അസുരനും നമ്മൾ തന്നെയാണ്. എപ്പോൾ നമ്മുടെ മനസ്സ് നല്ലതിനെ ചിന്തിക്കുന്നു അപ്പോൾ ദേവൻ, എപ്പോൾ നല്ലതല്ലാത്തതിനെ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു അപ്പോൾ നമ്മൾ അസുരൻ. അപ്പൊ ദേവി ഭജനം ചെയ്യുന്നത് കൊണ്ട്, ദേവീ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതുകൊണ്ട്, ലളിതാസഹസ്രനാമം ജപിക്കുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ദുഷ്ടചിന്തകൾ എല്ലാം കുറച്ചായിട്ട് ഇല്ലാതാവും. അതാണ് അസുരനെ വധിക്കുക എന്നർത്ഥം. അല്ലാതെ അസുരനെ ഏതോ എന്നോ എവിടെ ഉള്ളവനല്ല, നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കുന്നത് തന്നെയാണ് അസുരൻ. ദക്ഷയിട്ട വിനാശിന്യനമ ധരാൻ കൊടുത്ത് ദീർഘാക്ഷിനമ മന്ദമായി ഇളകുന്ന നീണ്ട കണ്ണുകളോട് കൂടിയവൾ ദേവി. പറഞ്ഞാൽ കടാക്ഷ വീക്ഷണം പതുക്കെ പതുക്കെ ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും നോക്കി 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 നമുക്ക് അനുഗ്രഹം ചെയ്യുന്നവർ. ധരകാസോ ജനന്മുഖ്യേ നമഃ പുഞ്ചിരിയാൽ പ്രകാശിക്കുന്ന മുഖത്തോട് കൂടിയവൾ ദേവി. ആ ദേവി വിഗ്രഹം നോക്കിയാൽ അറിയാം. ഇത് പ്രത്യേകിച്ച് മുഴുക്കാപ്പ് ചേർത്തപ്പോ നല്ലോണം ശ്രദ്ധിക്കണം. ഭംഗിയായിട്ട് ചിരിക്കുന്ന പോലെ ചുണ്ടിനെ എടുത്ത് അതിനെ കുങ്കുമം വെച്ച് അവർ അലങ്കാരം ചെയ്ത് വെച്ച് കണ്ടാൽ ചിരിക്കുന്ന പോലെ ഇരിക്കണം, പ്രസന്നമുഖി. കാരണം എപ്പോഴും മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം ചിരിക്കാനുള്ള കഴിവാണ്. മനുഷ്യന് മാത്രമേ ചിരിക്കാൻ കഴിയൂ, വേറെ ഒരു മൃഗങ്ങൾക്കും ചിരിക്കാൻ കഴിയും. അതെ, ചിരിക്കാത്തവരാരും എല്ലാവർക്കും അത് കിട്ടത്തില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതിയവര് ഓൾവേസ് ഹാപ്പി, പ്രശ്നമേ ഇല്ലെന്നല്ല. എത്ര പ്രശ്നമുണ്ടെങ്കിലും അത് മറിച്ച് ചിരിക്കുന്നതാണ് ഒരു വലിയ കഴിവ്. അത് ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടും. കാരണം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയെ തൊഴുമ്പോൾ ആ ചിരിക്കുന്ന സ്വഭാവം നമുക്ക് കിട്ടണം. കിട്ടുന്നല്ല, കിട്ടണം. അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ദാക്ഷായണ്യേ നമഃ ദക്ഷിണയ്ക്ക് വിനാശിന്യേ നമഃ ധരാന്തോട് ദീർഘാക്ഷേ നമഃ ധരകാസോ ജ്വലന്മുഖ്യേ നമഃ ഗുരുമൂർത്തിയേ നമഃ ഗുരുരൂപിണിയായ ദേവിക്ക് നമസ്കാരം. ഗുരു എന്ന് പറഞ്ഞാൽ ആരാ? അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ കൊടുക്കുന്നവർ ഗുരു. ആരായാലും ശരി തന്നെ. ഓരോന്നും എല്ലാം നമ്മുടെ ഗുരുക്കന്മാർ തന്നെയാണ്. ചിലന്തി ഒരു ഗുരു തന്നെയാണ്. നാരായണത്തിൽ 64 ഗുരുക്കന്മാരുടെ കഥ പറയുന്നു. കാരണം എന്താ? എത്ര പ്രാവശ്യം ഇരുന്നാലും അത് ചെയ്തേ തീരൂ എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുന്നതാണ് ചിലന്തി. എത്ര ഭംഗിയായിട്ട് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ ആൻഡ് എന്താ പറയാ, എഗൈൻ ആൻഡ് എഗൈൻ ചെയ്യുന്നു. വിടാമുയർച്ചയും തമ്മിൽ പരിശ്രമം, തുടർന്നുള്ള പരിശ്രമം, അത് അതിൽ മനസ്സിലാക്കേണ്ടതാണ്. ഗുരുമൂർത്തിയെ നമഃ ഗുണനിലയേ നമഃ ഗുണങ്ങൾക്ക് ഇരിപ്പിടമായ ദേവി നമസ്കാരം. സത്വനിരസമ 3 ഗുണങ്ങളോട് കൂടിയതാണ് മനുഷ്യ സ്വരൂപം. നമ്മളെ പോലെ രൂപത്തിലാണ് നമ്മൾ ദേവതയൊക്കെ സങ്കല്പിക്കുന്നത്. അത് ഗുണനിലയേ നമഃ. ഗോമാത്രേ നമഃ ഗോകുലത്തിന്റെ മാതാവായ ദേവിക്ക് നമസ്കാരം. ഗോ എന്ന് പറഞ്ഞാൽ പശു എന്ന് അർത്ഥമുണ്ട്, വേദം എന്ന് അർത്ഥമുണ്ട്. അതിന്റെ മാതാവായ ദേവിക്ക് നമസ്കാരം. ഗുഹജന്മ ഉഭയ നമഃ സുബ്രഹ്മണ്യന്റെ അമ്മയായ ദേവിക്ക് നമസ്കാരം. ഒരു പര്യായപദം. ചിലതെല്ലാം പര്യായപദമാണ്, ചിലതിൽ മാത്രമാണ് ആത്മീയമായ അർത്ഥങ്ങൾ ഒരുപാട് വരുന്നത്. ദേവേശ്വരി നമഃ ദേവന്മാർക്കെല്ലാം ഈശ്വരി. ദേവന്മാർക്കെല്ലാം ഈശ്വരി എന്ന് പറഞ്ഞാൽ സുപ്രീം പവർ എന്നർത്ഥം. ദണ്ഡനീതിസ്ഥായ നമഃ കണിശമായ രീതിയിൽ വർത്തിക്കുന്ന ദേവിക്ക് നമസ്കാരം. തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. എല്ലാം ചെയ്തിട്ട് ഇവിടെ വന്ന് അർച്ചന ചെയ്തത് കൊണ്ട് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും ആരും കരുതണം. അർച്ചന ചെയ്യേണ്ടതല്ല ഞാൻ പറയുന്നത്. തെറ്റായിട്ട് എടുക്കരുത്. എല്ലാ തെറ്റുകളും ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റും. കടം വാങ്ങി എങ്ങനെ തിരിച്ചു കൊടുക്കുന്നു അതുപോലെ എഴുതി തള്ളാൻ ബാങ്ക് തയ്യാറാവും. ഇവിടെ റൈറ്റ് ഓഫ് സെറ്റ് ആയിട്ടുള്ള പരിപാടി ഒന്നുമില്ല.
തിരിച്ചടച്ചേ പറ്റൂ. തിരിച്ചടയ്ക്കുന്നതാണ് കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ. കുറച്ചായിട്ട് തരും. അപ്പൊ പിന്നെ ഈ വന്ന് തൊഴുന്നത് കൊണ്ടും ഇത് കാണുന്നത് കൊണ്ടും എന്ത് കിട്ടാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ ഈ കഷ്ടങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നമുക്കുണ്ടാകും. നമ്മൾ അങ്ങനെയല്ലേ രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ ഇത് മാത്രം വിചാരിച്ചുകൊണ്ടിരുന്ന ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഘട്ടങ്ങളും ദുഃഖങ്ങളും വരും. ഒരു പരിധി കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മളെല്ലാം മറന്ന് നമ്മൾ വീണ്ടും സാധാരണ രീതിയിൽ നമ്മൾ അതിനെ മറക്കാൻ ശ്രമിക്കും. എങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ. ആ ഒരു മനസ്സ്, ആ ഒരു ദൃഢത ആണ് കിട്ടുന്നത് ഈശ്വര പുണ്യകർമ്മങ്ങളും കാണുന്നു. ഗുരുമൂർത്തിയെ നമഃ, ഗുണനിധിയെ നമഃ, ഗോമാത്രേ നമഃ, ഗുഹജന്മ നമഃ, ദേവേശ്വരേ നമഃ, ദണ്ഡനീതിസ്ഥായ നമഃ, ദഹരാകാശ ഭൂമിണ്യേ നമഃ. സൂക്ഷ്മമായ ഹൃദയാകാശത്തെ രൂപപ്പെടുന്നവൾ ദേവി. പ്രതിമൻ മുഖ്യരാകാണ്ട് തിരുമണ്ഡല പൂജിതായ നമഃ. ആ പ്രഥമ മുതൽ പൗർണമി വരെ, പൗർണമിയുടെ പ്രഥമ മുതൽ കർത്തവാ വരെയുള്ള ഓരോ തിഥികളുണ്ട്. ഓരോ തിഥിയിലും ഓരോ ദേവതയായിട്ടാണ് സങ്കല്പിക്കുന്നത്. പ്രതിപദം മുതൽ ഓരോ തിഥിയിലും ഓരോ ദേവി. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, മനസ്സിലാക്കിക്കൊള്ളൂ. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പാദം. ഇതാണ് 15 തിഥികൾ. പ്രഥമയില് കാമേശ്വരി, ദ്വിതീയയില് ഭഗമാലിനി, നിത്യക്ലിന്ന, വേലുണ്ട, വല്യവാസിനി, വജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര. ചിത്ര പൗർണമി എന്ന് പറയാൻ കാര്യം, പൗർണമി ദേവതയുടെ പേര് ചിത്ര. കലാതീതായ നമഃ, കലാസ്വരൂപിണിയായ ദേവിക്ക് കലാത്മികായ നമഃ. എല്ലാ കലകൾക്കും ഉറവിടമായവൾ ദേവി. 16 ചന്ദ്രകലകൾ, 12 സൂര്യകലകൾ, 10 അഗ്നികലകൾ, 64 കലകൾ. ഇതെല്ലാം ദേവി രൂപങ്ങളാണ്. കലാനാഥായ നമഃ, കലകളുടെ അതീശ്വരിയായ ദേവിക്ക് നമസ്കാരം. എല്ലാ കലകൾക്കും അതീശ്വരി ദേവി തന്നെയാണ്. ചന്ദ്രമണ്ഡലം ശ്രീചക്രവുമായതുകൊണ്ട് ചന്ദ്രരൂപിണി എന്നും അർത്ഥമെടുക്കാം. കാവ്യകല വിനോദിന്യേ നമഃ, കാവ്യപാരായണത്തിൽ സന്തോഷിക്കുന്നവൾ ദേവി. സജാമന രമാവാണി സഭ്യദക്ഷിണ സേവിതായി നമഃ. സാധാരണ പഴയ കാലത്ത് പൂജാമുറികളിലും പടങ്ങളിലൊക്കെ കാണും. ദേവിയിരിക്കും, ഒരു സൈഡ് സരസ്വതിയും ഒരു സൈഡ് ലക്ഷ്മിയും ഇരുന്ന് വിദ്യാമന വീശുന്ന പോലൊരു പടം പല വീടുകളിലും കാണും. പണ്ട് കാലത്ത് അതിനെ കാണുന്നത്. ഇപ്പോഴതെല്ലാം പടങ്ങളേ ഇല്ല. കാരണം എല്ലാം ഇതിലല്ലേ വരുന്നത്. അയക്കുന്നുണ്ട്. ദിവസത്തെ രാവിലെ ഗുഡ് മോർണിംഗ് കഴിയുമ്പോൾ വിധവിധമായ രൂപങ്ങൾ പടങ്ങൾ അയക്കുന്നുണ്ട്. ഇങ്ങനൊരു പടം ഇതുവരെ വന്നിട്ടില്ല, അത് ആർക്കും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ചില കലണ്ടർ നോക്കിയാൽ അറിയാം. സജാമര രമാവാണി സഭ്യദക്ഷിണ സേവിതായി. സരസ്വതിയാലും ലക്ഷ്മിയാലും സേവിക്കപ്പെട്ടവൾ ദേവി. ആദിശക്തിയെ നമഃ, ആദിശക്തിയായ ദേവിക്ക് നമസ്കാരം. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണമായത് ആ ബ്രഹ്മം തന്നെ, ആദിശക്തി തന്നെയാണ്. അമേയായ നമഃ, അളക്കാനാവാത്ത ദേവി. ആത്മനേ നമഃ, ആത്മാവായ ദേവി. എല്ലാ ജീവാത്മാക്കളും പരമാത്മാവിന്റെ അംശമാണ്. ദേവി പരമാത്മാവും ദേവി തന്നെയാണ്, അതിന്റെ അംശമാണ് നമ്മുടെ ആത്മാവ്. പരമായ പരമസത്യമായ ദേവിക്ക് നമസ്കാരം. പരമസത്യം എന്താണ്? ബ്രഹ്മം. അത് മാത്രമേ ഉള്ളൂ. ബ്രഹ്മ ഏവ സത്യം, ബ്രഹ്മൈവ സത്യം എന്ന് പറയാൻ കാര്യം. പാവനാകൃതേ നമഃ, പാവനമായ രൂപമുള്ള ദേവിക്ക് നമസ്കാരം. ദേവിയുടെ രൂപവും ചരിത്രവും എല്ലാം അതിപാവനമാണ്. കാരണം സത്യം, സത്യമായതുകൊണ്ട് പാവനം. പാവനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധം. അനേകം കോടി ബ്രഹ്മാണ്ഡ ജനന്യേ നമഃ, അനേകം കോടി ബ്രഹ്മാണ്ഡങ്ങളുടെ അമ്മയായ ദേവി എന്ന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ബ്രഹ്മാണ്ഡം മാത്രമല്ല, ഇതുപോലെ കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡമുണ്ട്. അത് നശിക്കരുത് എന്ന് പറഞ്ഞാണ് ഇന്നലെ നമ്മൾ ചെയ്ത് കണ്ട പോലെ ആ കാളയുടെ വിഷം ഭഗവാൻ പാനം ചെയ്തപ്പോൾ പാർവതി പോയി എഴുത്തിൽ പിടിക്കാൻ കാര്യം. കാരണം വിഷം അകത്ത് പോയാൽ ഉദരത്തിലുള്ള കോടിക്കണക്കായ അന്തചരാചരങ്ങൾ ഭസ്മമാകും. പുറത്തു വന്നാലോ ഈ ലോകം ഭസ്മമാകും. ഈ ലോകവും ഭസ്മമാകാൻ പാടില്ല. വയറ്റിൽ സൂക്ഷിക്കുന്ന കോടിക്കണക്കായ അണ്ടചരാചരങ്ങൾ ഭസ്മമാകാൻ പാടില്ല. അങ്ങനെ രണ്ടും ഭസ്മമാകാതെ നല്ല വിജയത്തിൽ സഹായിക്കാനായിട്ട് ഉപകാരമായിട്ട് ചെയ്തത് കൊണ്ട് വിഷം ഭൂഷണമായി മാറ്റി. ദിവ്യ വിഗ്രഹായ നമഃ, ദിവ്യരൂപമുള്ള ദേവിക്ക് നമസ്കാരം. ദിവ്യ വിഗ്രഹ രൂപിണിയാണ് ദേവി. ക്ലീംകാരിയെ നമഃ, ക്ലീം എന്ന മന്ത്രത്തിന്റെ രൂപത്തിലുള്ളവൾ ദേവി. ക്ലീം എന്ന മന്ത്രത്തെ സൃഷ്ടിച്ചവൾ എന്നർത്ഥം. കേവലായ നമഃ, കേവലത്വമായ ദേവിക്ക് നമസ്കാരം. അദ്വയ സത്യമാണ് കേവലത്വം. ക്ലീം എന്നത് വിരാട്ടം,
അദ്വൈത സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നേ ഉള്ളൂ, രണ്ടെന്നില്ല. അങ്ങനെയുള്ള വിശ്വാസം വരുമ്പോൾ നമുക്ക് ഈ പ്രശ്നമേ ഇല്ല. എവിടെ പോയാലും ചിലർ പറയും എനിക്ക് ശബരിമലയിൽ പോകാൻ പറ്റുന്നില്ല. വേണ്ട, തെക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി തൊഴിലാളി ആ അയ്യപ്പൻ വേറെ ഈ അയ്യപ്പൻ പറയുന്നില്ല. അത് മറ്റേ MSc പാസ്സായത് BSc പാസ്സായത് ഒന്നാണ്. ആ ഒരു വിചാരം മനസ്സിൽ ഒന്നാണ്. ഞാൻ 35 വർഷം പോയിട്ടുണ്ട്. ഒരിക്കൽ എനിക്ക് വളരെ പ്രയാസപ്പെട്ടു തുടങ്ങിയത് അപ്പാച്ചമണി കയറാൻ സാധിക്കാതായി. അന്ന് മനസ്സിലാക്കിയതാണ് റിസ്ക് എടുക്കാൻ വയ്യ. ഞാനതുപോലെ തന്നെ ആദ്യം ഏതെങ്കിലും അടുത്ത് നമ്മുടെ വീട്ടിനടുത്ത് ചെറിയ ശാസ്ത്ര ക്ഷേത്രത്തിൽ അവിടെ പോകും. തെക്കാട് ശാസ്ത്രത്തിൽ. കാരണം ഈ ദ്വൈതഭാവം ഇരിക്കുമ്പോഴാണ് അത് വേറെ ഇത് വേറെ തോന്നൽ വരുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. അവിടുത്തെ സ്ഥലപ്രാധാന്യം, അവിടുത്തെ കാര്യം, അറ്റ്മോസ്ഫിയർ, അതൊരു വേറെ സുഖം തന്നെയാണ്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. വെങ്കടാചലപതി എല്ലായിടത്തുണ്ടെങ്കിൽ തിരുപ്പതിയിൽ പോയി തൊഴുന്നത് പ്രത്യേക രസം തന്നെയാണ്. ഞാൻ തർക്കിക്കുന്നില്ല. അവിടെ പോകാൻ പറ്റാത്തവൻ എന്ത് ചെയ്യും? ഇപ്പൊ വളരെ സൗകര്യപ്പെടുത്തി അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കഷ്ടപ്പെടുന്നതുകൊണ്ട് അങ്ങനെ വേണ്ട, കന്യാകുമാരി പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രമാണ്. അദ്ദേഹം സ്ഥലത്തിൽ പേരാണ് ഒറ്റയാളുടെ. അവിടെ വെങ്കടാചലപതി അതേ റെപ്ലിക്ക, നോ ജലികണ്ടി, ആരുമേ കാണൂല. ഒരു കാര്യം മാത്രമുണ്ട്, രാവിലെ 10 മണിക്കുള്ളിൽ പോയാൽ നമുക്ക് നടന്നു പോവാം, അല്ലെങ്കിൽ നടക്കാം, കാലിൽ കൊള്ളും. കാരണം കൂരയില്ല, ആഹാരത്തിന് കൂരയില്ല. കൂര വെക്കാൻ പറ്റൂല. കൂര വെക്കാം, ആ കാലത്ത് കൂര എങ്ങനെ വെക്കാൻ പറ്റും? പക്ഷേ പോലെ ആരാധനയെല്ലാം തിരുപ്പി നടക്കുന്ന പോലെ തന്നെ അവിടെ നടക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. 24 hours രാത്രി വരെ ഉണ്ട്. രാവിലെ തുടങ്ങിയാൽ രാത്രി വരെ 24 hours അല്ല, രാത്രി വരെ. ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല. എനി ടൈം യു ക്യാൻ വിസിറ്റ്. എങ്ങനെയാ പോകേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. വിവേകാനന്ദപുരം വാക്കല്ല, വിവേകാനന്ദപുരം റോഡ് കൊടുക്കുമല്ലോ, അതിൽ പോകാതെ ഇടത്തോട്ട് തിരിയാം. ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് പോയാൽ ഒറ്റയാൾ വിടാമെന്ന് കാണാം. അതുവഴി പോയാൽ വാസ്റ്റ് ഏരിയ, ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാൻ, നല്ല സീ വ്യൂ എല്ലാം കാണാൻ പറ്റും. വിവേകാനന്ദ വാക്കിൽ കാണാൻ പറ്റും. ഇവിടെ അദ്ദേഹത്തിന്റെ വെള്ളുവന്റെ ചെടി കാണാൻ സാധിക്കും, ക്ഷേത്രം കാണാൻ സാധിക്കും, എല്ലാം കാണാൻ സാധിക്കും. അവിടെ സുഖമായിട്ട് പോയാൽ ഭഗവാൻ തന്നെ അങ്ങനെ ഒരു സംവിധാനം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എപ്പോഴെങ്കിലും നാളുകൾ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിരുന്നു. ഒരു 15 മിനിറ്റ് സുഖമായിട്ട് അടിമുടി കണ്ട് ദർശിച്ച് എന്തെല്ലാം ശ്ലോകം അവിടെ എനിക്ക് പറയണം തോന്നുന്നു, അതെല്ലാം ഇവിടെ പറയും. അവിടെ നിർത്തൂല്ലല്ലോ. ശ്ലോകം പറയാമെന്നത് വാദവും തള്ളിവിട്ടില്ല. എത്ര രക്ഷപ്പെടും എന്നാലും നമ്മൾ അവിടെ പോകും. ഞാനിപ്പോഴും ചാൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയാൽ ഞാൻ പോകും, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ അവിടെ പോയില്ല, തൊഴാൻ പറ്റിയെന്നുള്ള വിഷമം വേണ്ട. അതാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നും. കാരണം എന്താ? എല്ലാം ഒന്ന് തന്നെയാണ് നടത്തുന്നത്. കേവലായ്മ, ഗുഹ്യായ്മ, കൈവല്യപദായിന്യനമ, മോക്ഷത്തെ കൊടുക്കുന്നവൾ ദേവി. കൈവല്യപദ മോക്ഷം. ത്രിപുരായേ നമഃ, ത്രിമൂർത്തികൾക്ക് മുമ്പുള്ള ദേവി നമസ്കാരം. ത്രിമൂർത്തികൾക്ക് മുമ്പുള്ളത് കൊണ്ടാണ് സൃഷ്ടികർത്തരെ ബ്രഹ്മരൂപ ഗോത്രേ ഗോവിന്ദ രൂപിണി എന്ന് വരാൻ കാര്യം. ബ്രഹ്മമാണ് ആദ്യം. അത് സൃഷ്ടി ചെയ്യുമ്പോൾ ബ്രഹ്മാവിന്റെ രൂപത്തിൽ, ബ്രഹ്മം വേറെ ബ്രഹ്മ വേറെ, രണ്ട് വ്യത്യാസമുണ്ട്. ത്രിപുരായേ നമഃ, ത്രിമൂർത്തികൾക്ക് മുമ്പുള്ള ദേവി. ജഗദ്വന്ദ്യായ നമഃ, 3 ലോകങ്ങൾക്കും ആരാധ്യയായ ദേവിക്ക് നമസ്കാരം. 3 ലോകം എന്ന് പറഞ്ഞാൽ ഭൂലോകം, ഭൂലോകം, സ്വർഗ്ഗം. എന്താണ് ഈ 3 ലോകം എന്ന് പറയാൻ കാര്യം ചോദിച്ചാൽ, ആത്മീയത്തിൽ ഇരുന്നുകൊണ്ട് കുണ്ടലിനി ശക്തി പ്രയോഗം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ 3 ആധാരം വരെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. 4ാമത്തെ ആധാരത്തിലോട്ട് പോയാൽ പിന്നെ അവൻ ലൗകികത്തിൽ ഇരിക്കാൻ സാധിക്കുകയില്ല. അതാണ് എല്ലാ 3 ലോകം പ്രയോഗിക്ക കാരണം. എല്ലാ 3 ലോകം എന്ന് പറയാൻ കാര്യം, ആരാധന രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ, സൈമൾട്ടേനിയസ് ആയിട്ട് ആത്മീയവും ലൗകികവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇതിലാണ്. ഈ 3 ആധാരം വരെ പോകുന്നു. ത്രിജഗദ്വന്ദ്യായ നമഃ, ത്രിദശേശ്വര്യേ നമഃ, ദേവലോകർക്കെല്ലാം ഈശ്വരിയായ ദേവി. ത്രിക്ഷര്യേ നമഃ, 3 അക്ഷരമുള്ള മന്ത്രസ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. പഞ്ചദശി മന്ത്രത്തിലെ 3 വിഭാഗങ്ങളുടെ ബീജങ്ങളാണ് ഈ 3 അക്ഷരങ്ങൾ. 5-5ആയിട്ട് ബാധിക്കുന്നത്. അതാണ് നേരത്തെ നമ്മൾ കണ്ടു, വാക്കൂടം, മധ്യകൂടം, ശക്തികൂടം എന്ന് രൂപമായിട്ട് സങ്കല്പിച്ചു. ദിവ്യഗന്ധാഢ്യായ നമഃ, ദിവ്യ സുഗന്ധത്താൽ അലങ്കൃതയായ ദേവിക്ക് നമസ്കാരം. ഹരിചന്ദനാദി പരിമളങ്ങൾ എല്ലാം, സുഗന്ധദ്രവ്യങ്ങളെല്ലാം. എന്തിനാണ് ഈ സുഗന്ധദ്രവ്യങ്ങളെല്ലാം?
ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് സെന്റ് അടിക്കുന്നത്? കുളിക്കാത്തതുണ്ട്. ചിലരെങ്ങനെ ആയിരിക്കാം. പക്ഷെ അതല്ല, നമ്മുടെ വിയർപ്പിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഈ മനുഷ്യ ശരീരത്തിൽ എന്ത് പുറത്തു വന്നാലും ദുർഗന്ധമാണ്. ദുർഗന്ധം എല്ലാം ഉള്ളിൽ വമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ശരീരം. അതാണ് കാരണം. ഇത് സത്യമല്ല. അതുകൊണ്ടാണ് ദുർഗന്ധം വരാൻ കാരണം. ഇത് സത്യമല്ല. കാലമേ ഇത് പൊയ്യടാ, വെറും കാത്തടിച്ച പയ്യടാ. ഇത് ശരീരം നീ നിന്റേതാണെന്ന് വിചാരിക്കരുത്. ഇത് വെറും കാറ്റടിച്ചു ബലൂൺ, ഒരു സൂര്യമന മതി. എവിടെ പോയെന്ന് അറിയും. ബലൂൺ വലുതായിട്ട് തോന്നി ചെറിയൊരു സൂര്യൻ മതി. അതുപോലെയാണ് ശരീരം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതടിക്കും. ദേവി ക്ഷേത്രത്തിലും ദേവി വിഗ്രഹത്തിലും പൂജയിലെല്ലാം എല്ലാം ചെയ്യുന്നത് എന്തിനാണ്? അവിടെ മനസ്സെങ്ങനെ ആത്മാവിൽ ലയിക്കുന്ന രീതിയിലാണ് കാണുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ കേട്ടാൽ അറിയാണ്ട് എനിക്ക് തോന്നുന്നില്ല. ആ മണിനാഥൻ നിങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുകയാണ്. എനിക്ക് തൊഴണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയം പോകുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്നേ. അവിടെ കാണുമ്പോൾ എന്തുമാത്രം ഒരു ഇത് വന്നു. ആ സമയത്ത് എല്ലാം നമുക്ക് മംഗളമായിരിക്കണം. ആ ദൃശ്യം, അറ്റ്മോസ്ഫിയർ, ആ നാദം, ആ പരിസരത്തും ഒരു ദുർഗന്ധമോ വരാൻ പാടില്ല. അതിനാണ് സുഗന്ധദ്രവ്യങ്ങൾ. അതുമല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങളെല്ലാം മനസ്സിന് സന്തോഷത്തെ കൊടുക്കുന്നതാണ്. അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ സന്തോഷത്തിന്റെ പ്രതീകത്തിന് അലങ്കാരം, പട്ടുവസ്ത്രം, സുഗന്ധദ്രവ്യങ്ങളെല്ലാം. ദേവിക്ക് സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. ദേവി പറയുന്നതല്ല. എനിക്കൊരു മറ്റേ ഇന്റിമേറ്റ് കൊണ്ടുപോകാൻ ആളെ ഒരു ദേവി പറഞ്ഞിട്ടില്ല. ഒരു കൊറ്റി ഇന്റിമേറ്റ് സെന്റ് അടിക്കുന്നതായിട്ട് എനിക്കറിയില്ല. അല്ലേ? സുഗന്ധദ്രവ്യങ്ങൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് ദിവ്യഗന്ധാധ്യായി നമഃ, സിന്ദൂര തിലകാഞ്ജിതായ നമഃ. സിന്ദൂര പൊട്ടണിഞ്ഞ ദേവിക്ക് നമസ്കാരം. സിന്ദൂരം അത് എത്രത്തോളം കാണാമോ അത്രത്തോളം വലുതായിട്ട് ഇടണം. കാണുന്നവർക്ക് അറിയണം. പക്ഷെ ഇന്ന് പലരും അങ്ങനെയല്ല. ഈർക്കിലെടുത്ത് മുക്കി അതും സ്റ്റിക്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ അത് കട്ട് ചെയ്യുന്നേ എനിക്ക് അറിഞ്ഞു. വളരെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ പോവും. അത്ര ചെറുതായിട്ട് നല്ലവണ്ണം കാണത്തക്ക രീതിയിൽ ഇരിക്കുന്നത് മംഗള ചിഹ്നങ്ങളാണ്. ദേവിയുടെ എങ്ങനെയാണ്? മുഖചന്ദ്ര കളങ്കാവ് മൃഗനാഭി വിശേഷകായ നമഃ. നമ്മൾ പഠിച്ചില്ലേ? മാനിന്റെ പൊക്കിള് പോലെ എത്ര ഭംഗിയായി ഉണ്ടായിരിക്കുന്ന മാനിന്റെ പൊക്കിൾ, അതുപോലെ ഭംഗിയാർന്ന തിലകത്തോട് കൂടിയവൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സിന്ദൂര തിലകാഞ്ജിതായ നമഃ. ഉമായൈ നമഃ. ശിവനെ ഭർത്താവായി കിട്ടുന്നതിന് തപസ് ചെയ്യാൻ പോകുന്നു പറഞ്ഞപ്പോ പോകരുത് എന്ന് പറയും ഹിമവാന്റെ പത്നി. കാരണം എല്ലാവർക്കും ഈശ്വരനായി ദക്ഷന് പരമേശ്വരന്റെ വിരോധം വരാൻ കാര്യം തന്നെ അതാണ്. തന്റെ മകളെ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ടല്ല, ആരാധനാമൂർത്തി നഷ്ടപ്പെട്ടു എന്നാണ് ദക്ഷന്റെ വ്യാസം. അതാണ് ഒറിജിനൽ റീസൺ. കാരണം ഇന്നലെ വരെ ഞാൻ ആരാധിച്ചുകൊണ്ട് വന്ന ആ ദൈവത്തെ, ശിവലിംഗം, പരമശിവഭക്തനാണ് ദക്ഷൻ. ഇനിയിപ്പോ ആരാധിക്കാൻ പറ്റൂലല്ലോ, സ്റ്റാറ്റസ് മാറിയില്ലേ. ഈശ്വരനായി സങ്കല്പിച്ച് ആരാധിച്ചുകൊണ്ട് വന്ന ആളെ മകളെ ഭർത്താവായി സ്വീകരിച്ചാൽ എങ്ങനെ ആരാധിക്കാൻ സാധിക്കും? അങ്ങനെ തന്നെ ആരാധനാമൂർത്തി നഷ്ടപ്പെട്ടു എന്നുള്ള വിഷമമാണ് ദക്ഷനെന്നല്ലാതെ ശിവനും ദക്ഷനും തമ്മിൽ ഒരു വിരോധവും ഇല്ല. അതാണ് കാര്യം. കഥയായിട്ട് ദക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളിലുള്ള ഞാൻ എന്ന അഹങ്കാരം. കർമ്മയോഗത്തിലെ അഹങ്കാരം ദുര്യോധനൻ, ജ്ഞാനയോഗത്തിലെ അഹങ്കാരം രാവണൻ. കാരണം അതുകൊണ്ടാണ് രണ്ട് ഇതിഹാസം. കർമ്മയോഗത്തെ ബേസായിട്ടുള്ളത് മഹാഭാരതം, ജ്ഞാനയോഗത്തെ ബേസായിട്ടുള്ളത് രാമായണം. അതും കർമ്മയോഗത്തിനാണെങ്കിൽ മൂലം, സ്വാദിഷ്ടം, മണിപൂരം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്ന 7 ആധാരങ്ങൾ കുണ്ടൻ ശക്തിയെ പ്രയോഗിക്കും. ജ്ഞാനയോഗത്തിൽ പോയാൽ ഇതേ 7 ആധാരം പേര് മാറും. ശുഭേച്ഛ, വിചാരണ, വിശ്വാഭക്തി, അസംശക്തി, പദാർത്ഥ ഭാവന, തുല്യത. പേര് മാറ്റുന്നേ ഉള്ളൂ. അത് ജ്ഞാനവഴി. അതാണ് ഒന്നേ രാമായണം തിരഞ്ഞെടുത്ത അത് രാമസ്യ അയണം രാമായണം. രാമൻ കാട്ടിത്തന്ന വഴി. ജ്ഞാനമാർഗത്തിലൂടെ മോക്ഷം, അതേ കർമ്മമാർഗത്തിലൂടെ മോക്ഷം. അതാണ് 2 ഇതിഹാസം. 3 ഇല്ല. അപ്പൊ അങ്ങനെ പോകുമ്പോ അമ്മ
പറയുന്നത് അനുസരിക്കാതെ പോയെന്ന്. ഉമാന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഉമാ എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ അനുസരിക്കാത്തവൾ എന്നുള്ള ഭാഷത്തിൽ അർത്ഥമാണ്. ലൗകികത്തിൽ ഏറെക്കുറെ ശരിയായിരിക്കുന്നത് എന്റെ മകളുടെ പേര് ഉമ്മ തന്നെയാണ്. അതാ ചിരിക്കുന്നത്. വലിയ വലിയ പ്രയാസമാണ്, തെറ്റിയാലേ പറ്റില്ല. അത് ആ പേരിട്ടത് കൊണ്ടോന്നും നേരത്തെ എനിക്കറിയില്ല. ഞാൻ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിർമ്മാല്യം തൊഴുത് അങ്ങനെയാണ് എനിക്ക് വിവാഹം നടന്നത്. എന്റെ ജാതകത്തിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. ഞാൻ കാരണം ഒരു കുടുംബത്തിനൊന്നും വരരുത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞിട്ട് ശ്രീകണ്ഠേശ്വരനെ തൊഴുന്നു. 41 ദിവസം തൊഴുതു. വളരെ പാടുപെട്ട്. ഇന്ന് അത്രയും ഈസി ആയിട്ട് തൊഴാൻ സാധിക്കില്ല. അവിടെ 3 ദിവസം മുടങ്ങി. എന്നാലും മുടങ്ങാതെ ഞാൻ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തു. മുടങ്ങാനുള്ള നല്ല ഫീവർ. എന്നിട്ടും പോയി തൊഴുതു. 40 ദിവസം പാലഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചത്. ഞങ്ങളുടെ ഒരു കുഴപ്പം കരുതുന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിന് മാച്ചായിട്ടുള്ള ഒരു അറിയാം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ആൺകുട്ടി പറഞ്ഞാൽ ശിവ എന്ന് പറയാം, പെൺകുട്ടി പറഞ്ഞാൽ ഉമ്മാന്ന് പേര്. അന്നേരം തീരുമാനിച്ച പെൺകുട്ടി പറഞ്ഞു പേര് അമ്മയുടെ പേരാണ്, സരസ്വതിയാണ്. നമ്മുടെ സമ്പ്രദായമാണ് വിളിക്കുന്ന ഉമ്മാന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറയും, മോളെന്നോട് പറഞ്ഞു നീ ഇത് അറിഞ്ഞുകൊണ്ട് എന്തെന്ന് വെച്ചാൽ എനിക്ക് ആ പേര് ഇട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉമ്മാ എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ കേൾക്കില്ല. അത് പാർവതിയുടെ ചരിത്രത്തിൽ തന്നെ തുടർന്നു. ഇതെന്നെ പറയുന്നുണ്ടോ? പോകരുതെന്ന് അമ്മയായ മകൻ മേനക തടഞ്ഞ ശ്രമിച്ചത് കൊണ്ട് പാർവതിക്ക് ഉമ്മാന്റെ പേര് വന്നു. പക്ഷേ പാർവതി അത് സമ്മതിച്ചില്ല. പ്രണവാത്മികായ ദേവി ഇച്ഛാശക്തി എന്നർത്ഥം. ശൈലേന്ദ്ര തനയായി പർവ്വതരാജനായ ഹിമവാന്റെ പുത്രിയായ ദേവി, അത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഗൗരിയേ നമഃ. ഗൗരവർണ്ണമുള്ള ദേവിക്ക് നമസ്കാരം. ഗൗരവർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞൾ കലർന്ന വെളുപ്പ് നിറം. ശരിക്കും അതാണ് ഗൗരവർണ്ണം. കാരണം നമ്മുടെ വെളുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ വെളുപ്പ്, അരയ്ക്ക മുണ്ട് വെളുപ്പ്, അല്ലേ? പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിനോട് നല്ല വെളുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നിറമാണ്. അല്ലാത്ത വെളുപ്പാണെങ്കിൽ അസുഖം തന്നെ. നല്ല വെള്ള കളറിലിരുന്ന ആരും ഇവിടെ വെളുപ്പ് എന്ന് പറഞ്ഞാൽ ഗൗരവർണ്ണമാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. വെളുപ്പല്ല, പറഞ്ഞ വെളുപ്പ് നായിപ്പോയി, ഗൗരവർണ്ണമാണ്. ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം പരമേശ്വരൻ പാർവതിയെ കളിയാക്കി കാളി എന്ന് വിളിച്ചത്. കാളി എന്ന് പറഞ്ഞാൽ കറുത്ത നിറത്തോട് കൂടിയവൾ, മഷിവർണ്ണം. അത് കേട്ട അടുത്ത നിമിഷം തന്നെ ദേവി തപസ്സിന് പോയി എനിക്ക് ഗൗരവർണ്ണം വേണം എന്ന് പറഞ്ഞ് തപസ് ചെയ്യും. അങ്ങനെയാണ് അവർക്ക് ഗൗരവർണ്ണം കിട്ടിയത്. ഗൗരവർണ്ണം കിട്ടിയത് കൊണ്ടാണ് ഗൗരി എന്ന പേര് വന്നത്. ശംഖ്, മുല്ലപ്പൂ കൊണ്ടിട്ട് മഞ്ഞൾ കലർന്ന് വെളുക്കുന്നതാണ്. പാലും ശരിക്കും അതാണ്, കറന്നപ്പാൽ. പിന്നീടാണ് നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോഴാണ് പ്യൂർ വൈറ്റായിട്ട് വരുന്നത്. ശരിക്കും പശുപാൽ കണ്ടു കഴിഞ്ഞാൽ മഞ്ഞൾ കലർന്ന വെളുക്കുന്നതാണ്. ചന്ദ്രൻ വളരെ നല്ല എക്സാമ്പിൾ അതാണ്. ചന്ദ്രന്റെ നിറന്നു അല്ലേ? മഞ്ഞൾ കലർന്ന മഞ്ഞളുമല്ല വെളുപ്പുമല്ല. അതാണ് ഗൗരവം. ഗൗരവർണ്ണത്തോട് കൂടിയവൾ. ഗന്ധർവ സേവിതായ നമഃ. ഗന്ധർവന്മാരാൽ സേവിക്കപ്പെട്ടവൾ ദേവി. അത് ഹാഹാസ്തുത്യായ നമഃ എല്ലാ അർച്ചനയിലും വരുന്നത്. അയ്യപ്പന്റെ സഹസ്രനാമത്തിലും വരും, എല്ലാത്തിലും വരും ഹാഹാസ്തുത്യായ നമഃ. ആരാണ് ഈ ഹാഹാ ഹൂഹു? 2 ഗന്ധർവന്മാരുടെ പേരാണ് ഹാഹാ ഹൂഹു. അതാണ് ഹാഹാ ഹൂഹു എന്നല്ല. ആഹാ എന്നൊരു ഗന്ധർവൻ, ഹൂഹു എന്നൊരു ഗന്ധർവൻ. ഗന്ധർവന്മാരാൽ സേവിക്കപ്പെട്ടവൾ. ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ സംഗീതത്തിന്റെ ഉറവിടമായിരിക്കുന്ന ദേവതയാണ് ഗന്ധർവൻ. വിശ്വഗർഭായ നമഃ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ ഉള്ളിൽ ധരിച്ചിരിക്കുന്നവൾ ദേവി. കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിയും ദേവിയുടെ തന്നെയാണ്. എല്ലാ സൃഷ്ടികളെയും രക്ഷിക്കുന്നത് ദേവി തന്നെയാണ്. അമ്മാന്ന് ആദിമേശ്വരി മാത്രമേ മഹാനുള്ള അർത്ഥം തുടങ്ങിയത്. വിശ്വഗർഭായ നമഃ. സ്വർണ്ണഗർഭായ നമഃ. ഹിരണ്യഗർഭയായ ദേവിക്ക് നമസ്കാരം. സൃഷ്ടിയിൽ ബ്രഹ്മത്തിൽ നിന്ന് ആദ്യം വ്യക്തമാവുന്ന വിശ്വപ്രാണനാണ് ഹിരണ്യഗർഭൻ. ആ ബ്രഹ്മത്തിൽ നിന്നും ഹിരണ്യഗർഭൻ ആവിർഭവിക്കും. അതാണ് ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ബ്രഹ്മമാണ് സൃഷ്ടി തുടങ്ങുന്നത്. അല്ലെ? ഒരു ജോലി ചെയ്യണമെങ്കിൽ ആദ്യം ഒരാളെ നിയമിക്കണം, എങ്കിലേ സാധിക്കും. അപരതായി നമഃ. പാപാത്മകളെ നശിപ്പിക്കുന്നവൾ. പാപാത്മകളെ എങ്ങനെ നശിപ്പിക്കും? പാപാത്മക്കളുടെ പാപത്തെ അനുഭവിപ്പിച്ച് അവരെ പുണ്യാത്മാവാക്കി. അതാണ് എല്ലാ അസുരവധവും ആയുധങ്ങൾ കൊണ്ട് വധിക്കുന്നു. നോട്ടം കൊണ്ടേ ചെയ്യാൻ പറ്റും.
ദൈവമാർഗത്തിൽ പറയുന്നുണ്ട്, ഈ സുന്ദരമായ ഈ മുഖത്തിനെ നോക്കി അസ്ത്രം പ്രയോഗിക്കാൻ മഹിഷാസുരൻ എങ്ങനെ കഴിഞ്ഞു എന്ന് അതിൽ ചോദിക്കുന്നു അല്ലേ? വാക്കിന്റെ മഹർഷിയുടെ. കാരണം ആ അസുരവൃത്തിക്ക് ആ ദേവിയുടെ സ്വരൂപമോ ആ സൗന്ദര്യമോ കണ്ണിൽ തോന്നൂല, എതിരെയായിട്ട് കാണുകയുള്ളൂ. അവരെ വധിക്കാനായിട്ട് ആയുധമാണ് ഉപയോഗിക്കുന്നത്. എല്ലാ അസുരന്മാരെയും വധിക്കുന്ന ആയുധം കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. എന്താണത്? ആയുധം കൊണ്ട് അവനെ വധിക്കുകയല്ല, നിഗ്രഹമല്ല, അനുഗ്രഹമാണ്. ആ ദുഷ്ടചിന്ത, അതാണ് അസുരൻ എന്ന് പറയുന്നത്. ദുഷ്ചിന്തയാണ് അസുരൻ. ഈ ആയുധ പ്രയോഗം കൊണ്ട് ദുഷ്ടചിന്തനെ മാറ്റി, പാപാത്മാവെ മാറ്റി പുണ്യാത്മാവായിട്ട് മാറ്റി അവനെ അനുഗ്രഹം ചെയ്യുന്നവൾ. അതാണ് പദത്തിന് അർത്ഥം എന്നല്ലാതെ പാപാത്മാക്കളെ നശിപ്പിക്കുന്നവൾ അർത്ഥമല്ല, പാപാത്മാവിന്റെ ഉള്ളിലെ ഭാവത്തെ ഇല്ലാതാക്കുന്നവൾ. അവരതായ നമഃ, വാഗതീശ്വര്യ നമഃ, വാക്കിന്റെ അതിദേവതയായ ദേവിക്ക് നമസ്കാരം. വാക്കിന്റെ അതിദേവത സരസ്വതി. ധ്യാനഗമ്യായ നമഃ, ധ്യാനത്താൽ പ്രാപിക്കേണ്ടവൾ. ധ്യാനം കൊണ്ട് മാത്രമേ ഈശ്വര സ്വരൂപത്തെ മനസ്സിലാക്കുള്ളൂ. പ്രാപിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ ദേവി ആയതുകൊണ്ട്, സ്ത്രീ രൂപമായതുകൊണ്ട് പ്രാപിക്കപ്പെട്ടവൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രഹ്മം. ബ്രഹ്മം ധ്യാനത്തിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കോൺസെൻട്രേഷൻ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ധ്യാനം ചെയ്യുമ്പോൾ വളരെ സൈലന്റ് ആയിട്ടിരിക്കണം, നിശബ്ദമായിട്ടിരിക്കുന്നത്. രാവിലെ വന്നവരെ കുട്ടി ചോദിച്ചു, വൈകുന്നേരം വന്നു, ഈ ശബ്ദം നിശബ്ദം, നിശബ്ദം എങ്ങനെ വന്നു? ശബ്ദം മാത്രമേ ഉള്ളൂ. നിശബ്ദം എന്ന് പറയുന്നത് ശബ്ദമില്ലാത്ത അവസ്ഥയാണ് നിശബ്ദം. നിശബ്ദം ഒന്നുമില്ല, അല്ലേ? ഇരുട്ടെന്നൊന്നുമില്ല. വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്കാണ് ഇരുട്ടെന്ന് പേര്. വെളിച്ചം വരണമെങ്കിൽ നമ്മൾ എത്രത്തോളം പ്രയാസപ്പെടണം. ഇരുട്ടിന് നമുക്ക് എന്തെങ്കിലും പ്രയാസപ്പെടണം. അത് വരുന്നതും അറിയില്ല, പോകുന്നതും അറിയത്തില്ല. കാരണം എന്താ? അത് ഇല്ലാത്തതാണ്. വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്കാണ് ഇരുട്ടെന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ നിശബ്ദമായിരിക്കണം എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കാതെ ഇരുന്നാൽ നിശബ്ദം. എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു? അപ്പോഴാണ് നാം എന്തിനാണോ നമ്മൾ ധ്യാനിക്കുന്നത് ആ കോൺസെൻട്രേഷൻ അതുപോലെ. നമ്മുടെ വിവേകാനന്ദ പോക്കറ്റ് പോയി കഴിഞ്ഞാൽ ആ ധ്യാനം ഉണ്ടാവുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിങ്ങൾ ധ്യാനം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ അറിയാം, ചിലപ്പോൾ ഒരു മൈൽഡായിട്ടൊരു ഇങ്ങനെ സൗണ്ട് അവർ കിട്ടുകയാണ്. കാരണം വേറെ ഒരു ശബ്ദവും അവിടെ ഉണ്ടാകാൻ പാടില്ല. അത് കേൾക്കുമ്പോൾ തന്നെ അതിൽ നമ്മൾ ജയിക്കും. വീണാനാഥം വിലയെ പ്രാപിക്കുന്നത് മറ്റേ ഗണപത ആദിശങ്കരത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോ ആ കോൺസെൻട്രേഷൻ എവിടെ മാറരുത്. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എന്താണ്? ചെവിയിൽ അത് പോയി കഴിഞ്ഞാൽ മനസ്സ് അതിന്റെ പറയും. അതാണല്ലോ കുഴപ്പം. ഇന്ദ്രിയങ്ങൾ എവിടെ സഞ്ചരിക്കുന്നു അവിടെ മനസ്സ് കൊണ്ടുപോകും. ആ മനസ്സ് പോവാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് ദമം ശമം. അവനാണ് വീരൻ. വീരൻ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവനെന്നുള്ള അർത്ഥമല്ല. അത് സാധാരണ നമുക്കത് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ആ കോൺസെൻട്രേഷൻ ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതാണ് നിശബ്ദമായിരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ ധ്യാനഗമ്യായ, ധ്യാനത്താൽ ലഭിക്കപ്പെടുന്നവൾ എന്ന് പറഞ്ഞാൽ ആ ഈശ്വര വിചാരത്തിൽ തന്നെ മുഴുകിയിരുന്നാൽ അത് തന്നെ ധ്യാനം. ആ ധ്യാനത്തിലൂടെ മാത്രം നമുക്ക് ഈശ്വരത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപരിച്ഛേദ്യായ നമഃ, ദേശകാലങ്ങളാൽ പരിച്ഛേദിക്കാനാവാത്ത ദേവിക്ക് നമസ്കാരം. ദേശവും കാലവും ദേവിക്ക് ഇല്ല. അപ്പൊ പിന്നെ ഈ 6:30 മണിക്ക് മാത്രമേ അത് ചെയ്യാവൂ പറഞ്ഞിട്ട് കാര്യം. എന്നോട് ചോദിക്കും, വേണാട് വരുന്ന ഒരു സ്ത്രീ എനിക്ക് വിളക്ക് കത്തിക്കാനേ പറ്റുന്നില്ല, ഞാൻ 9 മണിയാകും. ഞാൻ പറഞ്ഞ 6 മണിക്ക് കത്തിക്കാൻ പാടില്ല. 9 മണിക്ക് വന്നാൽ ശുദ്ധവൃത്തി വേണം. കുളിക്കാൻ പറ്റുമെങ്കിൽ വേണ്ട. 2 കൈയും മുഖവും കഴുകുക, മുട്ടിന് താഴെ കാലും കഴുകുക, നല്ലവണ്ണം തുണി നനച്ച് മുഖം നല്ലവണ്ണം തുടയ്ക്കുക, വാ നിറയെ വെള്ളം വെച്ച് ഇടതുഭാഗമായിട്ട് 7 പ്രാവശ്യം കവിളുകൊണ്ട് കൊടുക്കുക. പഞ്ചാബ സ്നാനം ചെയ്യും. നമ്മുടെ ഋഷികൾക്ക് അറിയാം കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഡയറി തൂക്കി പെണ്ണുങ്ങൾ പോകുന്നവർക്കറിയാം. ഇതൊന്നും ചെയ്ത് കൈയും കാലം മാത്രം കഴിയുമ്പോൾ 9 മണിക്ക് വിളക്ക് എടുത്ത് നാമൊക്കെ മാറ്റി വേണ്ടി കഴിഞ്ഞാണ് ചെയ്യുന്നത്. തെറ്റൊന്നുമില്ല. അല്ല, അമ്മ വഴക്ക് പറയുന്നു, സദ്യക്ക് കഴിക്കുക. എന്നാൽ ഈ എഴുതാൻ സാധിക്കുന്നത് ഈ പദം എടുത്ത് മാറ്റണം. ദേശകാല പരിച്ഛിന്നായ നമഃ, ദേശത്തിനും കാലത്തിനും അതീതമായതാണ് ഈശ്വര സ്വരൂപം എന്ന് പറയുമ്പോൾ ദേശവും കാലവും എല്ലാം നമുക്കുള്ളിലാണ്. ദേവിക്ക് ഇതൊന്നും ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മള് ഈ ഏത് ആരാധന നമുക്ക് എപ്പോൾ സൗകര്യമോ അപ്പൊ ചെയ്യുന്ന ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് ഈ പദം ഉദ്ദേശിക്കുന്നത്. ഈ മേൽ ധാരാളം പദമുണ്ട്. ഏകദേശം 641 വരെ ആയി. 390 കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും ദൈവത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരു മിനിറ്റ് ധ്യാനം.
ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ.